Plus 2 പഠിക്കുന്ന എല്ലാ മിടുക്കന്മാർക്കും മിടുക്കികൾക്കും പ്ലസ് 2 കൊമേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബേസിക്കലി പഠിക്കാൻ പോകുന്നത് 3 ചാപ്റ്റേഴ്സ് ആണ്. 3 വീൽ റെവല്യൂഷൻ, ദീദി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേഴ്സണൽ സ്റ്റോറി, അതേപോലെ തന്നെ കെ സച്ചിദാനന്ദന്റെ പോയ ആയിട്ടുള്ള സ്റ്റാമർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ 3 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ മിസ് പറഞ്ഞോളട്ടെ, ഹാഫ് ഇയർലി എക്സാമിങ് അടുത്ത് കഴിഞ്ഞു. അതുകൊണ്ട് ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ആയിട്ട് നമുക്ക് പോസിബിൾ ആണോ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ അല്ല. അപ്പം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഏതാണ്, വരാൻ ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഏതാണ്, അതൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഏതാണ്? 3 വീൽ റെവല്യൂഷൻ ബൈ A 3-wheel revolution. And what is that? Basically our chapter endana, it's a interview with Irfan Alam. So appo orappayittum adutha question varunathu endana, who is Irfan Alam ennulla question aanu varunathu. Iddehamana Adeham. Okay, and he is a social entrepreneur and he is best known for his Samman Foundation to empower the rickshaw pullers. Adeham aarayirunnu? Adeham oru social entrepreneur aayirunnu. Malayalattil സംരംഭകൻ എന്ന് പറയും. സ്റ്റാർട്ടപ്പ് വില്ലേജസ്, സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള പ്രോജക്ട്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. ഓൺട്രപ്രണർഷിപ്പിനെ എന്താണ് പറയുക? സംരംഭകത്വം എന്ന് പറയും അല്ലെ? അപ്പം അദ്ദേഹം ഇതേപോലെ ഒരു ഓൺട്രപ്രണർ ആയിരുന്നു. ഈ ഓൺട്രപ്രണർ എന്നുള്ള നിലയിൽ നിന്ന് അദ്ദേഹത്തെ വളരെ ഫേമസ് ആക്കിയ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് വാട്ട് വാസ് ദാറ്റ്? It was the Samman Foundation to empower the rickshaw pullers. Okay, the Samman Foundation to empower the rickshaw pullers. So ഇതെന്താണ്? ഈ സമ്മാൻ ഫൗണ്ടേഷൻ എന്താണ്? റിക്ഷോ പുല്ലേഴ്സും ഇദ്ദേഹവും തമ്മിലുള്ള കണക്ഷൻ എന്താണ്? കാരണം നമുക്കറിയാം ഇർഫാൻ ആലം എവിടെ നിൽക്കുന്നു, ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള റിക്ഷോ പുല്ലേഴ്സ് എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് ഊഹിക്കാം. ഇവരെ രണ്ടുപേരെയും കമ്പൈൻ ചെയ്ത് ഇത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തൊക്കെയോ സ്റ്റോറീസ് നടന്നിട്ടുണ്ടെന്നുള്ളതും നമുക്ക് ഊഹിക്കാം അല്ലെ? സോ അതെന്താണെന്നുള്ളത് വരും സ്ലൈഡ്സിൽ കൂടെ നമുക്ക് കാണാം. എല്ലാവരും റെഡി ആണോ പഠിക്കാൻ? എല്ലാവരും ഇൻട്രസ്റ്റഡ് ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് റെഡി ആയിട്ട് ഇരിക്കുമല്ലേ? സോ ലെറ്റ്സ് സ്റ്റാർട്ട് കേട്ടോ. സോ when he was 17, ആര്? ഇർഫാൻ ആലം, he happened to travel in a rickshaw and he felt thirsty. അനുപോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, നമ്മുടെ ഈ പ്ലസ് 2 മിടുക്കന്മാരുടെ ഒക്കെ ഏജ് എന്താ? 16, 17 ആണേ. ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. ഇർഫാൻ ആലം when he was 17 he happened to travel in a rickshaw and he felt thirsty. ഓട്ടോയിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പം അദ്ദേഹത്തിന് ചെറുതായിട്ടൊന്ന് ദാഹിച്ചു. ഓക്കെ, asked some water to rickshaw pullers but he couldn't get it. അപ്പം ചേട്ടാ ദാഹിക്കുന്നുണ്ട്, കുറച്ച് വെള്ളം എടുക്കാൻ ഉണ്ടാവുമോ എന്ന് ആ വണ്ടി വലിക്കുന്ന ചേട്ടൻ്റെ അടുത്ത് ഇർഫാൻ ആലം ചോദിച്ചു. But what was the end result? The driver didn't have money to buy and stock water. അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന്റെ കയ്യിൽ വാട്ടർ ബോട്ടിലും ഉണ്ടായിരുന്നില്ല, വെള്ളം വാങ്ങി സ്റ്റോക്ക് ചെയ്യാനുള്ള പൈസയും ഉണ്ടായിരുന്നില്ല. ആൻഡ് ദാറ്റ് വാസ് ദ സാഡ് റിയാലിറ്റി. അതറിഞ്ഞതും അദ്ദേഹം ഭയങ്കര ഷോക്ക്ഡ് ആയി പോയിട്ടോ. It was that moment he had the idea of selling water bottles in the rickshaws with the help of the pullers. ആ ഒരു സാഡ് റിയാലിറ്റി മനസ്സിലാക്കിയ ആ നിമിഷമാണ് ഈ ഒരു പ്രോജക്റ്റിന്റെ ആദ്യത്തെ ഐഡിയ നമ്മുടെ ഇർഫാൻ ആലത്തിന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. And he thought of the idea of selling water bottles. എന്തുകൊണ്ട് വാട്ടർ ബോട്ടിൽസ് ഈ റിക്ഷോ പുല്ലേഴ്സിന്റെ ഹെൽപ്പോട് കൂടി ഇവരുടെ ഇടയിലേക്ക് എത്തിച്ചൂടാം? ഓക്കെ, വാട്ടർ ബോട്ടിൽസ് വിൽക്കുന്ന രീതിയിൽ ഒരു പുതിയ ഇനിഷ്യേറ്റീവ്, അതിലൂടെ ഇവർക്കും ഹെൽപ്പ് ആകും, ഇങ്ങനെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അദ്ദേഹത്തിന്റെ മനസ്സിൽ കൂടെ മിന്നി മറിഞ്ഞ് ഒരു ഫൈനൽ ആൻസറും കൊണ്ടാണ് അദ്ദേഹം വന്നത്. ഓക്കെ, കാണാലോ? എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ സമ്മൺ ഫൗണ്ടേഷൻ ഇസ് ദിസ് പിക്ചർ. And understanding the difficulties faced by them, Irfan Alam decided to empower the rickshaw pullers, which later came to be known as Samman Foundation. അപ്പം ഈ ഒരു ഐഡിയ അദ്ദേഹത്തിന്റെ മനസ്സിൽ ആദ്യമായിട്ട് ഉണ്ടാകുന്നു, ലൈക്ക് സെല്ലിംഗ് വാട്ടർ ബോട്ടിൽസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് റിക്ഷോ പുല്ലേഴ്സ്. ഒരു ഐഡിയ, ഒരു സ്പാർക്ക് വീണ് കഴിഞ്ഞു. അതിനുശേഷം അതെന്തൊക്കെയാണ്, വാട്ട് ആർ ദ ഡിഫിക്കൽട്ടീസ് ഫേസ് ബൈ ദം, വാട്ട് ആർ ദ തിങ്സ്, ഇൻ വാട്ട് ഓൾ വേസ് വി ക്യാൻ റിസോൾവ് ദീസ് പ്രോബ്ലംസ് എന്നുള്ളതൊക്കെ അദ്ദേഹം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? റിക്ഷോ പുല്ലേഴ്സിന്റെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഫ്രം ദാറ്റ് ഹി ഗെറ്റ്സ് എ ലോട്ട് ഓഫ് എന്തൊക്കെയാണ് ഇവരുടെ പ്രശ്നങ്ങൾ എന്നുള്ളതിനെ കുറിച്ചൊരു നല്ലൊരു ഐഡിയ അദ്ദേഹത്തിന് കിട്ടുന്നു. ആൻഡ് സോ
he also decided to empower the rickshaw pullers, which later came to be known as Samman Foundation. Okay, ഇവരെ മാറ്റി നിർത്തേണ്ട ഒരു കമ്മ്യൂണിറ്റി ഓർ കാറ്റഗറി ഓഫ് പീപ്പിൾ അല്ല, സമൂഹത്തിന്റെ മുൻപന്തിയിലേക്ക് ഇവരെയും എത്തിക്കണം, അതിനാവശ്യമുള്ളതെല്ലാം ഞാൻ ചെയ്തു കൊടുക്കണം എന്ന് മനസ്സിലാക്കി അങ്ങനെയാണ് ഈ സമ്മാൻ ഫൗണ്ടേഷൻ നമ്മുടെ ഫോർഫ്രണ്ട് ഓഫ് ദ സൊസൈറ്റിയിലേക്ക് എത്തിച്ചേരുന്നത്. സെറ്റ് ആണോ? സെറ്റ് ആണെങ്കിൽ ഒരു തംസ് അപ്പ് കമന്റ് ആയിട്ട് കൊടുത്തോ, എന്നാൽ മാത്രമേ മിസ്സിന് പഠിപ്പിക്കാൻ ഒരു ഊർജ്ജം ഉണ്ടാവുള്ളൂ. ഷെറീന ഹായ്, മീഡിയ ഹായ്, എല്ലാവർക്കും ഹായ്, എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. It helped them get a loan from bank which helped them become the owners. That is from paying rent to the real owners. ഈ ഒരു പോയിന്റ് ഓർത്ത് വെച്ചേ. ഈ ഒരു സമ്മാൻ ഫൗണ്ടേഷനിലൂടെ എന്താണ് അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചത്? ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ, അക്ഷരാഭ്യാസം പോലും ഇല്ലാത്ത കുറച്ച് റിക്ഷോ പുള്ളേഴ്സ് ബാങ്കിൽ ചെന്ന് കുറച്ച് ലോൺ വേണം സർ, ഒരു ഓട്ടോ വാങ്ങാനാണെന്ന് പറഞ്ഞാൽ അത് പോസിബിൾ ആണോ? ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്, ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്, അതെല്ലാം കടന്നു വേണം നമുക്ക് ഇങ്ങനെ ഒരു സാധനം വാങ്ങാനായിട്ടല്ലേ. പക്ഷേ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇർഫാൻ ആലം ആൻഡ് ഹിസ് സമ്മാൻ ഫൗണ്ടേഷൻ അവർക്കൊരു ബേസ് കിട്ടി. ഇന്ന ആളുടെ റെഫറൻസിൽ ചെന്ന് നമുക്ക് ആ ഒരു ലോൺ കിട്ടുകയാണ്. അതോടെ that was the best way for them to empower. It helped them become the owners. അതായത് ലോൺ എടുത്ത് ഓട്ടോ സ്വന്തമായി നേടിക്കഴിഞ്ഞു. ഓക്കെ, അതുവരെ അവരെങ്ങനെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്? എന്താണ് റെന്റിൽ നിന്ന് ഫ്രം പേയിങ് റെന്റ് ടു റിയൽ ഓണേഴ്സ്. റെന്റിൽ ഓട്ടോ വാങ്ങിയിട്ട് കിട്ടുന്ന, ഓട്ടോ ഓടിച്ച് കിട്ടുന്ന കാശ് അതിന്റെ ബാക്കി കൊണ്ടുപോയി ഓണേഴ്സിന് കൊടുത്ത് ബാക്കിയുള്ളത് കൊണ്ട് ജീവിച്ചിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യമാണ് അവർ റിയൽ ലൈഫിൽ ഓണേഴ്സ് ആകുമ്പോൾ അല്ലെ. ഫ്രം പേയിങ് റെന്റ് ടു ദ റിയൽ ഓണേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് അവർക്ക് കോൺഫിഡൻസ് നൽകാനായിട്ട് സാധിച്ചു. Samman Foundation also conducted programs like rickshaws. Rickshaws are designed for marketing, free evening classes for the family members, etc. ഒരു ഓണറായിട്ട്, ഓട്ടോറിക്ഷയുടെ ഓണറായിട്ട് അവരെ മാറ്റി നിർത്തുക മാത്രമല്ല ചെയ്തത്. അതുകൊണ്ട് അവർക്ക് എല്ലാം നേടിയെന്നുള്ള ഒരു ചാൻസ് ഉണ്ടോ? ഇല്ല. പകരം വേറെ രീതിയിലുള്ള മാർക്കറ്റിംഗ് ഓട്ടോറിക്ഷയിൽ കൂടെ അവരെ ഹെൽപ്പ് ചെയ്തു. അതേപോലെ ഈവനിങ് ക്ലാസ്സസ് ഫോർ ദ ഫാമിലി മെമ്പേഴ്സ്, ഓട്ടോറിക്ഷ പുള്ളേഴ്സിന്റെ ഫാമിലിയിലുള്ള വൈഫ്സിനും കുട്ടികൾക്കും എല്ലാം ഫ്രീ എഡ്യൂക്കേഷൻ സമ്മാൻ ഫൗണ്ടേഷനിലൂടെ കൊടുത്തു. ആൻഡ് ഓൾസോ ഈ ഒരു റിക്ഷോയെ വേറെ പലതരം അല്ലെങ്കിൽ ഒരു സ്റ്റേജ് ഫോർ മാർക്കറ്റിംഗ് തിങ്സ്, ഇപ്പൊ ജ്യൂസ് കൊടുക്കാനായിട്ട്, ഇപ്പം നമ്മൾ ഈ സമ്മർ വെക്കേഷനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കാണാറില്ലേ, പലയിടത്തായിട്ട് ഓട്ടോറിക്ഷയിലും വാനിലും ഒക്കെ പേഴ്സണൽ ആയിട്ട് ആൾക്കാർ വീട്ടിലെ ഊണ് അല്ലെങ്കിൽ ജ്യൂസ്, കരിക്കും വെള്ളം എന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തമായിട്ട് ഒരു ഓന്റർപ്രീനർഷിപ്പിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു ഓട്ടോ വാങ്ങി കിട്ടുന്ന അല്ലെങ്കിൽ ഓട്ടോ ഓടിച്ച് കിട്ടുന്ന കാശ് എന്നതിലും അപ്പുറം ഇതുപോലെയുള്ള മാർക്കറ്റിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യാൻ തുടങ്ങി. അതുമാത്രമല്ല, ഓട്ടോറിക്ഷ പുള്ളേഴ്സിനെ മാത്രമല്ല, അവരുടെ ഫാമിലിയെ കൺസിഡർ ചെയ്ത് അവരുടെ വൈഫ്സിനും അതേപോലെ തന്നെ ചിൽഡ്രനും ഫ്രീ എഡ്യൂക്കേഷനും സമ്മാൻ ഫൗണ്ടേഷനിലൂടെ ഇർഫാൻ ആലം ഉറപ്പുവരുത്തി. ഓക്കെ, and this is the logo of Samman Foundation. And his advice to the young generation is that it's high time thinking about entrepreneurship as a career. Entrepreneurship as a career എന്നുള്ളത്. And you know one thing, ഇതൊരു ഇന്റർവ്യൂ ആണ് അല്ലെ. ഇന്റർവ്യൂവറും ഇന്റർവ്യൂവും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് അപ്പം എന്താണ് കൺക്ലൂഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഇന്റർവ്യൂർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? സാറിന് എന്താണ് ഭാവിയിലേക്കുള്ള യങ് ജനറേഷന് കൊടുക്കാനുള്ള അഡ്വൈസ് എന്താണെന്ന് ചോദിക്കുമ്പം അദ്ദേഹം പറയുന്ന മറുപടിയാണ്, ഇറ്റ്സ് ഹൈ ടൈം, സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു. എന്തിന്? ഓൺട്രപ്രണർഷിപ്പ്, തിങ്കിങ് അബൌട്ട് ഓൺട്രപ്രണർഷിപ്പ് ആസ് എ കരിയർ. നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങണം, ഓൺട്രപ്രണർഷിപ്പ്, സംരംഭകരാകണം. യങ് ജനറേഷൻ എന്ന് പറയുന്നത് എല്ലാവരും ഈ ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഇങ്ങനെ ബാങ്ക് എംപ്ലോയീസുമായി മാറുകയല്ല ചെയ്യേണ്ടത്, ബിസിനസ്മാൻ ആകണം, റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കണം. അങ്ങനെ ഇതിലേക്ക് വരാൻ ചാൻസ് ഇല്ലാത്തവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ഫോർ ദ ബെറ്റർമെന്റ് ഓഫ് ദ സൊസൈറ്റി നമ്മൾ ഒറ്റക്കെട്ടായിട്ട് വർക്ക് ചെയ്യണം. സോ ഇറ്റ്സ് ഹൈ ടൈം തിങ്കിങ് അബൌട്ട് ഓൺട്രപ്രണർഷിപ്പ് ആസ് എ കരിയർ എന്നുള്ള ഒരു അഡ്വൈസിലാണ് ഇർഫാൻ ആലം ഈ ഒരു ഇന്റർവ്യൂ അവസാനിപ്പിക്കുന്നത്. And it's important to dream, but it's equally important to take calculated risks to achieve your dreams. സ്വപ്നം കാണുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും സ്വപ്നം കാണണം, എന്നാലേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷെ അതേപോലെ തന്നെ ഈ സ്വപ്നം കാണുന്നതിനെ പ്രാവർത്തികമാക്കാൻ, പ്രാക്ടിക്കൽ ലൈഫിൽ അത് അതേപോലെ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമ്മൾ റിസ്ക്കും കൂടെ ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കണം. അല്ലെങ്കിൽ ഇന്നത് ചെയ്താൽ ഇന്നതാകുമോ, അല്ലെങ്കിൽ ഇത് പറ്റില്ല എന്നുള്ളൊരു പേടി കാരണം ഇങ്ങനെ ഇരുന്നാൽ അവിടെ ഇരിക്കുകയുള്ളൂ. ഓക്കെ, സോ കാൽക്കുലേറ്റഡ് റിസ്ക്. യങ് ജനറേഷനാണ്, നമുക്ക് ഇനിയും ചാൻസസ് ഇഷ്ടം പോലെ ഉണ്ട് എന്ന് വെച്ച് ചാൻസ് എടുക്കാൻ പഠിച്ചുകൊണ്ട് നിങ്ങൾ അവിടെ ഇരുന്ന് പോകരുത്. ടേക്ക് റിസ്ക് ആൻഡ്
ഓൺടർപ്രണർഷിപ്പ് ഒരു കരിയർ ആയിട്ട് തന്നെ ബിൽഡ് ചെയ്ത് എംപവർ ദ സൊസൈറ്റി, എംപവർ ദ നേഷൻ എന്നാണ് നമ്മുടെ ഇർഫാൻ ആലം തരുന്ന ലാസ്റ്റ് അഡ്വൈസ് ഓഫ് ദ സ്റ്റോറി എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഇന്റർവ്യൂ. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ഇന്റർവ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. ലൈക്ക് ഒരു ചാൻസ് കിട്ടുകയാണ് നിങ്ങളുടെ സ്കൂളിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഇർഫാൻ ആലം വരുന്നു, അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യാൻ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ക്രിയേറ്റ് സം ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മേക്ക് സം ക്വസ്റ്റ്യൻസ് ടു ആസ്ക് എന്നുള്ള ഒരു രീതിയിൽ ചോദിക്കാം. അപ്പം കുറച്ച് സുഖമാണോ സാറിന് അങ്ങനത്തെ ഈ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാതെ സംതിങ് റിലേറ്റഡ് ടു പ്രൊഫഷണൽ ലൈഫ് ചോദിക്കാനായിട്ട് നോക്കുക. എന്തെങ്കിലുമൊക്കെ ഒരു കഴമ്പുണ്ടാവണമെന്ന് പറയില്ല, അതേപോലെ പേഴ്സണൽ സില്ലി മാറ്റേഴ്സ് ചോദിക്കാതെ ഒരു ഫ്യൂച്ചർ പ്രോജക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇപ്പം യങ് ജനറേഷൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്താണെന്നതിനെ കുറിച്ചോ ഇപ്പം ഈ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന ഈ ഓൺടർപ്രണർഷിപ്പ് അല്ലെങ്കിൽ കുട്ടികൾ വരാൻ മടിക്കുന്ന ഓൺടർപ്രണർഷിപ്പിനെ കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താണ്, ലൈക്ക് ദാറ്റ് യു ക്യാൻ ആസ്ക് സച്ച് ക്വസ്റ്റ്യൻസ്. പേഴ്സണൽ ആക്കരുത്, മേക്ക് ഇറ്റ് സോ പ്രൊഫഷണൽ. അങ്ങനെ ആക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. ആൻഡ് മൂവിങ് ഓൺ ടു ആ സെക്കൻഡ് ചാപ്റ്റർ, ദീദി. ഷഹീൻ മിസ്ത്രിയുടെ ദീദി എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറിയാണ്. ആൻഡ് ഇറ്റ്സ് എ പേഴ്സണൽ സ്റ്റോറി. ഓക്കെ മിസ്, ഒരു കാര്യം പറയട്ടെ, ഈ ഒരു ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ തിരിച്ച് ഈ സ്ലൈഡിലോട്ട് തന്നെ വന്ന് ഈ ചേച്ചിയെ കണ്ടിട്ട്, ഈ ഷഹീൻ മിസ്ത്രിയെ കണ്ടിട്ട് താങ്ക് യു ദീദി എന്ന് പറയാൻ നമുക്കൊരു ചാൻസ് കിട്ടും കേട്ടോ. നമുക്ക് എന്താ റീസൺ എന്ന് നോക്കാം. സോ ആൻഡ് യു നോ ദീദി, വേർഡ് മീനിങ് ഓഫ് ദീദി എന്താണ്? ഇറ്റ്സ് എ ഹിന്ദി വേർഡ് മീനിങ് സിസ്റ്റർ. ചേച്ചി എന്നൊക്കെ നമ്മൾ വിളിക്കില്ലേ, സിസ്റ്റർ എന്ന് വിളിക്കുന്നതാണ് ദീദി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് എ പേഴ്സണൽ സ്റ്റോറി നറേറ്റഡ് ബൈ ഷഹീൻ മിസ്ത്രി. ഷഹീൻ മിസ്ത്രിയുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള സ്റ്റോറി തന്നെയാണ്, അവരുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയുടെ ഒരു നറേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റിയൽ ലൈഫ് എക്സ്പീരിയൻസസ് ദാറ്റ് മോട്ടിവേറ്റഡ് ഹർ ടു ബിക്കം ലൈഫ് സേവർ ഫോർ പുവർ കിഡ്സ്. അപ്പം റിയൽ ആയിട്ട് ലൈഫിൽ ഉണ്ടായ കുറച്ച് എക്സ്പീരിയൻസസ് കാരണം എന്തൊക്കെ എക്സ്പീരിയൻസ് ആണ് അവരെ ഒരു ലൈഫ് സേവർ ഫോർ പുവർ കിഡ്സ് ആകാൻ മോട്ടിവേറ്റ് ചെയ്തത് എന്നതിനെ കുറിച്ചൊരു ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ആണ് ഈ ചാപ്റ്ററിലുള്ളത്. ആൻഡ് ഹിസ്റ്ററി അല്ലെങ്കിൽ സ്റ്റോറി പറയാണ്, when she was a child she used to visit orphanages and blind schools. അറിയാലോ നമ്മുടെ ഇർഫാൻ ആലം, he was 17. ഈ ഒരു ഐഡിയ നമ്മുടെ ഈ സമ്മാൻ ഫൗണ്ടേഷന്റെ ഐഡിയയുടെ ആദ്യത്തെ സ്പാർക്ക് വീണത് ഇർഫാൻ ആലം when he was 17 years ആയിരുന്നു. അതേപോലെ നമ്മുടെ ഷഹീൻ മിസ്ത്രിയും കുട്ടിയായിരുന്നപ്പോഴാണ് ഇതുപോലൊരു ഫൗണ്ടേഷനെ കുറിച്ച് ഒരു ചിന്ത വരുന്നത്. സോ ഇറ്റ്സ് ഹൈ ടൈം thinking about entrepreneurship as your career. ഈ ഹാഫ് ഇയർലി എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കും ഇങ്ങനെ പതുക്കെ പല ഐഡിയാസ് ഏറ്റെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അങ്ങനത്തെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുകയും കൂടെ ചെയ്തോ. സെറ്റാണ് മാം. നീതു താങ്ക് യു. ദിയ ഹായ്, മാസ്റ്റർ ഗായ്, എല്ലാവരും ഉണ്ടല്ലോ. അപ്പൊ എല്ലാവരും നല്ല ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, നമ്മൾ എവിടെയാ നിർത്തിയേ? When she was a child, she used to visit orphanages and blind school. കുട്ടിയായിരുന്നപ്പോൾ തന്നെ ഷഹീൻ മിസ്ത്രി ഓർഫനേജസിലും ബ്ലൈൻഡ് സ്കൂൾസിലും ഒക്കെ വിസിറ്റ് നടത്തിയിരുന്നു. ആൻഡ് ആ സ്റ്റോറി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും രണ്ടുപേരുടെയും വർക്കിംഗ് പേരൻസ് ആയിരുന്നു ഷഹീൻ മിസ്ത്രിക്ക് ഉണ്ടായിരുന്നത്. ഒരുപാട് ട്രാൻസ്ഫർ ഇങ്ങനെ ആക്കി സ്കൂളുകൾ മാറിയാണ് അവർ പഠിച്ചിരുന്നത്. ആൻഡ് സമ്മർ വെക്കേഷനിൽ ഇന്ത്യയിലേക്ക് വരുന്ന ഒരു പതിവുണ്ടായിരുന്നു. ആൻഡ് ഇന്ത്യയിൽ നിന്ന് നേടിയിട്ടുള്ള കുറച്ച് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ആരായി മാറി നമ്മുടെ ഷഹീൻ മിസ്ത്രി എന്നുള്ളതിന്റെ ഒരു ബ്യൂട്ടിഫുൾ ഡെപ്പിക്ഷൻ ഓഫ് റിയൽ ലൈഫ് ഇൻസിഡന്റ് ആണ് ഈ ചാപ്റ്റർ. ഓക്കെ, when she was in India during her summer vacation, she found a great sense of inequity, like food, buildings, kids, etc. ഞാൻ പറഞ്ഞല്ലോ സമ്മർ വെക്കേഷന് ഷഹീൻ മിസ്ത്രിക്ക് ഇന്ത്യയിൽ വരുന്ന ഒരു പതിവുണ്ടായിരുന്നു. ആ പതിവ് തെറ്റാതെ ഒരു സമ്മർ വെക്കേഷന് വന്നപ്പം she found a great sense of inequity, like you know എന്തൊക്കെ കാര്യത്തില് ഫുഡ്, ബിൽഡിങ്സ്, കിഡ്സ് എക്സെട്ര. ആ ഒരു ചാപ്റ്ററിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഒരു വേർകൃത്യം എവിടെയൊക്കെയോ അനുഭവിക്കുന്നുണ്ടായിരുന്നു. ഫുഡിന്റെ കാര്യത്തിലാണെങ്കിൽ ഇൻസിഡന്റ് ഓർമ്മയുണ്ടോ? ഒരു ബർത്ത്ഡേ പാർട്ടി അറ്റൻഡ് ചെയ്ത് തിരിച്ച് സ്ട്രീറ്റിലേക്ക് വന്നപ്പം രണ്ട് എക്സ്ട്രീം ലെവൽസ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടായത്. ബർത്ത്ഡേ പാർട്ടിക്ക് വളരെയധികം നല്ല ആഘോഷിച്ച് സെലിബ്രേറ്റ് ചെയ്ത് ഇഷ്ടംപോലെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അത് ബാക്കി വന്ന് വേസ്റ്റ് ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത് തിരിച്ച് വീട്ടിൽ പോകാൻ സ്ട്രീറ്റിലേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? ഒരമ്മയും പാവപ്പെട്ട കുറേ കുട്ടികളും കുറച്ചു കിട്ടിയ ബ്രെഡ് ക്രംസ് ഷെയർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുന്ന ആ ഒരു കാഴ്ച ഓർമ്മയുണ്ടോ? അത് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ആർക്കാണെങ്കിലും കുറച്ച് ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണല്ലേ. അവിടെ അത്രയും ഫുഡ് വേസ്റ്റ്
ചെയ്യുന്ന കാഴ്ച കണ്ടതിന് ശേഷമാണ് ഇവിടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നിൽക്കുന്ന ആ ഒരു കാഴ്ച കാണുന്നത്. അത് കണ്ടപ്പോൾ തന്നെ ഷഹീൻ മിസ്ട്രി ഭയങ്കര ഇറിറ്റേറ്റഡ് ആയി മാറുകയാണ് ചെയ്തത്. അതേപോലെ ബിൽഡിങ്സിന്റെ കാര്യത്തിലാണെങ്കിൽ ഭയങ്കര മൾട്ടി ഇന്റർനാഷണൽ ലെവൽസ് ഓഫ് ബിൽഡിങ്സ് ആൻഡ് കമ്പനീസ് തിങ്ങി നിറഞ്ഞിട്ടുള്ള മുംബൈ സിറ്റിയിലൂടെ നടക്കുമ്പം ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് എന്താണ് കാണുന്നത്? സ്ലമ്മാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതേപോലെ കിഡ്സ്, ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങൾ ഉണ്ടായിട്ടും വാശി പിടിക്കുന്ന കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കുമ്പം ഈ സൈഡിൽ നമ്മൾ കാണുന്നത് എന്താണ്? ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് ബെഗ് ചെയ്യുന്ന, സ്ട്രീറ്റിൽ ബെഗ് ചെയ്യുന്ന കുട്ടികളെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതേപോലെ ഡിഫറെന്റ് ലെവൽസ് ഓഫ് ലൈഫിൽ എക്സ്ട്രീം ഓപ്പോസിറ്റ്സ് ആയിട്ടുള്ള റിയൽ ലൈഫ് ഇൻസിഡൻസ് ഒരുപാട് കാണേണ്ടി വന്നപ്പം എന്തൊക്കെയൊക്കെയൊക്കെ ഒരു പ്രശ്നമുണ്ട്, ഇതിനൊക്കെ ഒന്ന് സോൾവ് ചെയ്യണം, അതിനെന്റെ ആവശ്യമുണ്ടെന്നുള്ള ഒരു തോട്ട് വരികയാണ് ചെയ്യുന്നത്. ആൻഡ് at a traffic signal she met 3 children begging on the road. അതേപോലെ തിരിച്ചു വന്നുകൊണ്ടിരുന്നപ്പോൾ ട്രാഫിക് സിഗ്നലിൽ കാറിൽ വെയിറ്റ് ചെയ്തപ്പോൾ 3 കുട്ടികളെ കാണാണ്. കുഞ്ഞു കുട്ടികളാണ്. അവർ ചിരിച്ചുകൊണ്ട് ഓടി വരികയാണ്. കയ്യിൽ ഒന്നുമില്ല, കുറച്ച് ഫുഡ് അല്ലെങ്കിൽ കുറച്ച് പൈസ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ കൈ നീട്ടി വരുമ്പോഴും അവരുടെ മുഖത്ത് കാണുന്ന എന്താണ്? ഒരു ചെറു പുഞ്ചിരിയാണ് കാണാനായിട്ട് സാധിക്കുക. എത്രമാത്രം ഹാർട്ട് ടച്ചിങ് ആണ് അല്ലേ? ഒന്നുമില്ല, അവർക്ക് പരാതി പറയാനാണെങ്കിൽ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. പക്ഷെ എന്തെങ്കിലും അവർക്ക് ഉണ്ടോ? അവർക്ക് കംപ്ലൈൻറ്റ്സ് ആണ് കൂടുതലും ഉള്ളത്. പക്ഷെ അതൊന്നും പുറത്തുമേ കാണിക്കാതെ ചിരിച്ചോണ്ട് ഇവരെ അഡ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ വരവേക്കുന്ന ആ കുട്ടികളെ കണ്ടപ്പോഴും ഷഹീൻ മിസ്ട്രിക്ക് ഭയങ്കര സങ്കടം വരികയാണ് ഉണ്ടായത്. She decided to stay back in India and to work for the betterment of the society. ഇത്രയും കാഴ്ചകൾ അല്ലെങ്കിൽ ഇൻസിഡൻസ് ഡേ ബൈ ഡേ അനുഭവിക്കേണ്ടി വന്നപ്പം ഷഹീൻ മിസ്ട്രി അറ്റ് ലാസ്റ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ തീരുമാനിച്ചു, എന്ത്, എനിക്കിവിടെ എന്തൊക്കെയോ ചെയ്ത് തീർക്കാനുണ്ട്, എന്നെ ഇവിടെ ഈ സൊസൈറ്റിക്ക് എന്നെ ഇവിടെ ആവശ്യമുണ്ട്. കാരണം ഇത്രയും തരത്തിലുള്ള 2 എക്സ്ട്രീം ഓപ്പോസിറ്റ് ആയിട്ടുള്ള ലൈഫ് മുന്നോട്ട് പോകേണ്ട ഒരു സൊസൈറ്റിയായി മാറേണ്ട സ്ഥലമല്ല ഇന്ത്യ. അതിന് വി ഷുഡ് വർക്ക് സംതിങ് ഫോർ ദ ബെറ്റർമെന്റ് ഓഫ് ദ പീപ്പിൾ എന്നുള്ള ലക്ഷ്യത്തോടെ ഷഹീൻ മിസ്ട്രി ഇവിടെ സ്റ്റേ ബാക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു. ആൻഡ് പേരൻസിനെ അറിയിക്കുന്നു, അവരുടെ സജഷൻസ് ചോദിക്കുന്നു. ആൻഡ് ഹർ പേരൻസ് സപ്പോർട്ടഡ് ഹർ അണ്ടർ 2 കണ്ടീഷൻസ്. 2 കണ്ടീഷൻസ് നീ ഓക്കെ ആണെങ്കിൽ, ഞങ്ങൾ 2 കണ്ടീഷൻസ് പറയും, അത് നീ ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ ഓക്കെ യു ക്യാൻ സ്റ്റേ ബാക്ക് ഇൻ ഇന്ത്യ എന്നുള്ള ഒരു പറച്ചിൽ പറയുകയാണ്. ഓക്കെ, ആൻഡ് ദ ഫസ്റ്റ് കണ്ടീഷൻ വാസ് ദാറ്റ് she would get admission into a good undergraduate college. Okay, സാമൂഹ്യ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയാൽ മാത്രം പോരാ, നിങ്ങളുടെ സ്റ്റഡീസും അല്ലെങ്കിൽ your higher educationും ഇമ്പോർട്ടൻസ് കൊടുക്കണം. So for the first thing what she has to do is that she would get admission into a good undergraduate college. അതിന് റെഡി ആണെങ്കിൽ ഓക്കെ ഇവിടെ നിൽക്കാം. ആൻഡ് അതേപോലെ തന്നെ she would travel abroad for her graduate degree. After completing her undergraduate course, graduation ഡിഗ്രിക്ക് എബ്രോഡ് പോവാനും റെഡി ആണോ? ഈ 2 കാര്യങ്ങൾക്ക് റെഡി ആണെങ്കിൽ ഓക്കെ ഷഹീൻ മിസ്ട്രി എന്റെ മോക്ക് ഇവിടെ താമസിക്കാം അല്ലെങ്കിൽ ഇവിടെ സ്റ്റേ ബാക്ക് ചെയ്യാമെന്ന് പേരൻസ് പറയാണ്. ആൻഡ് ഷീ അഗ്രീഡ് ടു ദാറ്റ്. ഓക്കെ, എന്തായാലും നല്ലതിന് വേണ്ടിയിട്ടല്ലേ, ഷഹീൻ മിസ്ട്രിയുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ പേരൻസ് പറഞ്ഞു. ഓക്കെ, ആൻഡ് ഷീ അഗ്രീഡ് ടു ദാറ്റ്. ഷീ ഗോട്ട് അഡ്മിഷൻ ഇൻ സെന്റ് സേവിയേഴ്സ് കോളേജ്. ഏത് കോളേജിലാണ് എത്തിപ്പെടുന്നത്? സെന്റ് സേവിയേഴ്സ് കോളേജ്. സെന്റ് സേവിയേഴ്സ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയ ഒരു കഥ ഓർമ്മയുണ്ടോ? എല്ലാ അഡ്മിഷനും കഴിഞ്ഞു. ആ സമയം, അഡ്മിഷന്റെ സമയം കഴിഞ്ഞു. ഇങ്ങനെ പ്രിൻസിപ്പലിനെ കാണാൻ കോളേജ് കോറിഡോറിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പ്യൂൺ വന്നിട്ട് പറയും അഡ്മിഷനൊക്കെ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞു, ഒരു ചാൻസും ഇല്ല, യു ക്യാൻ ഗോ ബാക്ക് ടു യുവർ പ്ലേസ് എന്ന് പറയും. പക്ഷെ ഷഹീൻ മിസ്ട്രി വിട്ടു കൊടുക്കുക. ഷി വാസ് നോട്ട് റെഡി ടു ഗീവ് അപ്പ്. അവരുടെ ആ ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ കണ്ട് അവിടെ തന്നെയുള്ള ഒരാൾ പറയാണ്, പ്രിൻസിപ്പലിന്റെ റൂമിലേക്ക് കയറണമെങ്കിൽ അതിലേ ചെന്നാൽ മതി, പെട്ടെന്ന് കയറാം എന്നുള്ളൊരു രീതിയിൽ പറയും. കേട്ട പാതി കേൾക്കാത്ത പാതി ഷഹീൻ മിസ്ട്രി പ്രിൻസിപ്പലിന്റെ റൂമിലേക്ക് കയറി ചെല്ലും. ഇതാരാണെന്ന് ചോദിക്കാൻ പോലും പ്രിൻസിപ്പലിന് ഒരു ചാൻസ് കൊടുക്കാതെ, ഫാദർ ഐ ഡോണ്ട് നോ what you are going to tell എന്നുള്ളത് എനിക്ക് ഒരു ഐഡിയ ഇല്ല, ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ദാറ്റ്, ബട്ട് മൈ പ്ലാൻ ഇസ് ദിസ്. ഇതാണ് എൻ്റെ പ്ലാൻസ്. അതിന് എൻ്റെ പേരൻസ് ഇത്രയും 2 കണ്ടീഷൻസ് തന്നിട്ടുണ്ട് ആൻഡ് എനിക്കിത് ഫുൾഫിൽ ചെയ്തേ പറ്റുള്ളൂ. ഇത് ചെയ്യുകയാണെങ്കിൽ മാത്രമേ എനിക്ക് ഫോർ ദ ബെറ്റർമെന്റ് ഓഫ് മൈ പുവർ കിഡ്സ് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു രീതിയിൽ റിക്വസ്റ്റ് ചെയ്യുമ്പം നല്ല ആവശ്യമാണോ? ആരാണെങ്കിലും വീണു പോകും അല്ലേ? എത്രയും പെട്ടെന്ന് തന്നെ സെന്റ് സേവിയേഴ്സ് കോളേജിലേക്കും അഡ്മിഷൻ കിട്ടുകയാണ് ചെയ്യുന്നത്. ആ ഒരു സ്റ്റോറി, ആ ഒരു പാർട്ട് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് വായിക്കുമ്പം അതൊന്ന് മനസ്സിരുത്തി വായിക്കണം കേട്ടോ ആ പോർഷൻ. ഓക്കെ, ദെൻ
സെന്റ് സേവിയേഴ്സ് കോളേജിലെ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം while continuing her studies എന്താണ് ചെയ്തത്? She wandered in the slums and tried to understand the horrifying realities of slum life. ചേരികളിലേക്ക് സ്ലമ്മിലേക്ക് തന്നെ ഇറങ്ങിച്ചെന്നു. അവരുമായിട്ടുള്ള ഡയറക്റ്റ് കോണ്ടാക്റ്റുകളിലൂടെ അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, വാട്ട് ആർ ദെയർ പ്രോബ്ലംസ്, ഹൗ ക്യാൻ വി റിസോൾവ് ദോസ് പ്രോബ്ലംസ് ഉള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു. ആൻഡ് കണ്ടുപിടിച്ച പ്രോബ്ലംസ് എന്തൊക്കെയായിരുന്നു? 10,000 people living in slum with no pure water. ഒരു ഏരിയയിൽ മൊത്തം ഒരു സ്ലം ഉണ്ടല്ലോ, ആ ഒരു ഏരിയയിൽ 10,000-കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഒരുമിച്ച് ജീവിച്ചിരുന്നത്. അവർക്കിടയിലേക്ക് ഒരു സോഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഈവൻ ഒരു പ്യോർ വാട്ടർ പോലും കിട്ടാൻ അവർക്ക് ചാൻസ് ഉണ്ടായിരുന്നില്ല. ആൻഡ് ഈ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ 10,000-കണക്കിന് ആൾക്കാർ താമസിക്കുന്ന അവിടെ പോസിബിൾ ആയിട്ട് അവർക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? only 6 toilets. 6 ടോയ്ലറ്റുകളാണ് അവർ യൂസ് ചെയ്തിരുന്നത്, ഇത്രയും ആളുകൾ. സോ ആ ഒരു ക്ലെൻലിനെസിന്റെ ആ ഒരു പ്രോബ്ലം വരുന്നുണ്ട്. അവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഇഷ്യൂ ആണ് അത്. അതൊക്കെ റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷഹീൻ മിസ്ട്രി സ്ലമ്മിലേക്ക് ഇറങ്ങിച്ചെന്നത്. ആൻഡ് ഇല്ലിട്രസി, ഇതൊക്കെ ഓക്കെ, എങ്ങനെയെങ്കിലും വല്ല ഫണ്ടിങ്ങോ ഒക്കെ കൊണ്ട് ഇവരെ രക്ഷപ്പെടുത്തി എടുക്കാമെന്ന് വിചാരിച്ചോളൂ. എന്ന് വെച്ച് നമുക്ക് ഈ സൊസൈറ്റിയുടെ മുന്നിലേക്ക് ഇവരെ എത്തിക്കാൻ പറ്റുമോ? ഇല്ല. അതിന് എഡ്യൂക്കേഷൻ വേണം. അതിന് ഇല്ലിട്രേറ്റ് ആയിട്ടുള്ളവർക്ക് എഡ്യൂക്കേഷൻ കൊടുത്ത് അവരെ ലിറ്ററേറ്റ് ആക്കി മാറ്റണം. അതായിരുന്നു അടുത്ത ഷഹീൻ മിസ്ട്രി ഫേസ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ട്രബിൾ എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് സെറ്റ് ആണ് മിസ്റ്റേ. താങ്ക് യു ദേവിക. ആൻഡ് അടുത്തെന്ന് പറയുമ്പോൾ അങ്ങനെ സ്ലമ്മിൽ കൂടെ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഷീ മെറ്റ് സന്ധ്യ, എ പുവർ ലേഡി. ഒരു പാവപ്പെട്ട ഒരു ലേഡിയെ, സ്ലമ്മിൽ തന്നെയുള്ള ഒരു പാവപ്പെട്ട ലേഡി സന്ധ്യയെ മീറ്റ് ചെയ്യാണ്. ആൻഡ് പറയുന്നുണ്ട്, ടെക്സ്റ്റിൽ പറയുന്നുണ്ട്, എന്താണ് പറയുന്നത്? എല്ലാരും മെസ്സേജ് ആക്കി അയക്കുന്നുണ്ടല്ലോ. താങ്ക് യു. സെറ്റ് ആണ് മിസ്സേ. താങ്ക് യു മിസ്സേ. ക്ലാസ് പവർ ആണ്. താങ്ക് യു. ഇനി മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യാനും കൂടെ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ഗുഡ്. അപ്പൊ നമുക്ക് ഇനി കണ്ടിന്യൂ ചെയ്താലോ? ഓക്കെ. സോ നമ്മൾ സ്ലമ്മിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. അവിടെ സന്ധ്യ എന്ന പേരുള്ള കുട്ടിയെ കാണുന്നു. സന്ധ്യയും ഇവരും സെയിം ഏജ് തന്നെയാണ്. ഷഹീൻ മിസ്ട്രിയും സന്ധ്യയും സെയിം ഏജിലുള്ള 2 കുട്ടികളാണ് കേട്ടോ. അഗൈൻ 2 എക്സ്ട്രീം ലൈഫ് റിയാലിറ്റീസ് ആണ് ഡെപിക്ട് ചെയ്തിരിക്കുന്നത്. After college, Shaheen Mistry visited Sandhya's house and used to teach children. They called her Didi. ഇവിടെയാണ് നമ്മുടെ ഒരു ട്വിസ്റ്റ് വരുന്നത്. ഈ ചാപ്റ്ററിൽ ദീദി എന്ന പേര് കിട്ടുന്നതിന്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നോട്ടബിൾ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ്. സ്കൂള് കഴിഞ്ഞ് കോളേജിൽ ആഫ്റ്റർ ഹർ സ്റ്റഡി സന്ധ്യയുടെ വീട്ടിലെത്തുന്നു. ബൈ ദാറ്റ് ടൈം സന്ധ്യയും ഷഹീനും കൂടെ നല്ല ഫ്രണ്ട്സ് ആകുന്നു. ആൻഡ് അവർ തീരുമാനിച്ചു, സ്കൂള് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ, അല്ല കോളേജ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്ക് കിട്ടുന്ന അവസരത്തിൽ അറിയാവുന്ന കുറച്ച് ഇൻഫോർമേഷൻ പാസ് ഓൺ ചെയ്യാം എന്നുള്ള ഒരു ഡിസിഷനിൽ അവർ എത്തുകയാണ്. ആൻഡ് ഷീ യൂസ്ഡ് ചിൽഡ്രൻ, അവിടെ നെയ്ബർഹുഡിലുള്ള കുട്ടികളെ തന്നെ പഠിപ്പിക്കാനായിട്ട് കുറച്ച് വേർഡ്സ്, ഇംഗ്ലീഷ് വേർഡ്സ്. അതിൽ ചാപ്റ്ററിൽ പറയുന്നത് ഓർമ്മയുണ്ടോ? സന്ധ്യക്കാണെങ്കിൽ ഇംഗ്ലീഷ് അറിയില്ല, ഷഹീൻ മിസ്ട്രിക്കാണെങ്കിൽ ഹിന്ദിയും അറിയില്ല. പക്ഷെ അവർ 2 പേരുടെയും കൂടെ സ്മൈൽ ഈ 2 ലാംഗ്വേജ് ബാരിയറിനെ ഇല്ലാതാക്കി എന്ന് പറയുന്ന ഒരു പോർഷൻ ഓർമ്മയുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്തേ. എന്നാലല്ലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ നിങ്ങൾ ടെക്സ്റ്റും കൂടെ വായിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നതെന്നുള്ളത്. ഓക്കെ. സോ അപ്പൊ നെയ്ബർഹുഡിലുള്ള കുട്ടികളെ വിളിച്ചു വരുത്തുന്നു, അവരെ ചെറുതായിട്ട് പഠിപ്പിച്ചു തുടങ്ങുന്നു. ആൻഡ് ആ താങ്ക്സ് ഗിവിംഗ് എന്നുള്ള രീതിയിൽ അവരിട്ട പേരാണ് ദീദി. ചേച്ചി എന്നുള്ള ഒരു രീതിയിൽ വിളിക്കാണ് ഷഹീൻ മിസ്ട്രിയെ. പിന്നെ എങ്ങനെയാണ് അവർ വിളിച്ചത്? ദീദി എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടത്. And she opened the opportunity to study, resulting in the establishment of Akansha Foundation. അങ്ങനെ പഠിപ്പിച്ചു തുടങ്ങിയ, സ്ലമ്മിലുള്ള 4-5 കുട്ടികളെ പഠിപ്പിച്ചു തുടങ്ങിയ ആ ഒരു സംരംഭമാണ് പിന്നീട് ആകാംക്ഷ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ഒരു ഗ്രേറ്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ട് മാറിയത്. ഓക്കെ. സ്ലം ചിൽഡ്രൻ വെയർ ഹർ ഫസ്റ്റ് സ്റ്റുഡന്റ്. ആരായിരുന്നു അപ്പം ഷഹീൻ മിസ്ട്രിയുടെ ഫസ്റ്റ് സ്റ്റുഡൻസ്? നെയ്ബർഹുഡിലുള്ള 4 to 5 സ്ലം ചിൽഡ്രൻ ആയിരുന്നു ഫസ്റ്റ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. ക്രിയേറ്റഡ് എ ഫ്രീ എൻവയോൺമെന്റ് ഫോർ ദം ടു സ്റ്റഡി. ഇവിടെ സ്ലമ്മിൽ ഇരുന്ന് തന്നെ സന്ധ്യയുടെ വീട്ടിൽ തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷഹീൻ മിസ്ട്രിക്ക് മനസ്സിലാകുന്ന ഒരു റിയാലിറ്റി ഉണ്ട്. ഈ കുട്ടികൾ ഫ്രീ അല്ല. പഠിക്കാൻ വന്നിരിക്കുകയാണെങ്കിലും ഇവരെ ഹോണ്ട് ചെയ്യുന്ന എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ പഠിക്കാൻ ഇരിക്കുമ്പോഴായിരിക്കും വീട്ടിൽ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ആരെങ്കിലും വിശന്നിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഡ്യൂട്ടീസ് ചെയ്യാനുണ്ട് തിരിച്ച് വീട്ടിലെത്തി കഴിയുമ്പം. സോ അവരെ ഒന്ന് ഫ്രീ ആക്കുക എന്നുള്ളതായിരുന്നു അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത്. സോ ഇവരൊരു ഫ്രീ എൻവയോൺമെന്റിൽ
വന്ന് പഠിപ്പിക്കാൻ വേണ്ടുന്നത് കൊണ്ട് തന്നെ അടുത്തുള്ള സ്കൂൾസിൽ ഷഹീം മിസ്റ്ററി പോയി കോൺടാക്ട് ചെയ്യുകയാണ്. ഇത്ര പേരെ എനിക്ക് പഠിപ്പിക്കണം എന്നുണ്ട്, ഈവനിങ് ക്ലാസ് ആയിട്ട് പോസിബിൾ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ എല്ലാവരും റിജക്റ്റ് ചെയ്യുന്നതും ടെക്സ്റ്റ് ബുക്കിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലേ. ഈവൻ ഒരു സ്കൂളിലെ പ്രിൻസിപ്പൾ പറയുന്നുണ്ട്, ഫിഷർമെൻ്റെ കുട്ടികളുടെ ബാംഗിൾസ് കൊണ്ടിട്ട് ടേബിളിലെ പെയിന്റ് കളയാൻ നമുക്ക് സമയമില്ല എന്ന് പറയുന്ന ആ ഒരു ഹാർഷ് റിയാലിറ്റി ഓഫ് ഹ്യൂമൻ മൈൻഡും കൂടെ ഡെപ്പിക്ട് ചെയ്യുന്നുണ്ട് ആ ഒരു ഭാഗത്ത്. സോ അവസാനം ഒരു സ്കൂളിൽ നമുക്ക് ആ ചാൻസ് കിട്ടുന്നുണ്ട്. അതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലെ, അതൊക്കെ ഓർത്ത് വെച്ചാൽ മതി. എന്തെങ്കിലും അതുമായിട്ടുള്ള റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരുമ്പം ഓർക്കുക, അതൊന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് എഴുതുക. അതൊക്കെ കാരണം ആകാശ ഫൗണ്ടേഷന്റെ ഇത്രയും വലിയൊരു വിക്ടറിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് ആണ്. ആൻഡ് she created a free environment for them to study, and Akansha formally came into existence in 1991. ഏത് വർഷത്തിലാണ് ആകാശ ഫൗണ്ടേഷൻ ഫോം ചെയ്തത്? 1991-ലാണ് വന്നത്. And the most important thing, from a single class with 15 children, Akansha grew to 58 centers and schools with over 3,500 students. Neighborhood-iലുള്ള 4 to 5 students-ൽ start ചെയ്ത ആ ഒരു കുഞ്ഞു പ്രോജക്റ്റ് 1991-ൽ ഒരു established institute ആയി മാറുകയും, and now what's the current situation of Akansha Foundation? Akansha grew to 58 centers. 58 സെന്ററുകളായി മാറി. Over 3,500 students, 15 children സ്റ്റാർട്ട് ചെയ്ത 3,500 സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു ഗ്രേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയി മാറിയിട്ടുണ്ട്. ആൻഡ് 58 സെന്റേഴ്സും ഉണ്ട്. സോ അതാണ് ആ ഒരു ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാമായി തീർന്ന ആകാശ ഫൗണ്ടേഷന്റെ ഒരു സ്റ്റോറിയാണ് നമ്മൾ അവിടെ പഠിച്ചത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഇതെല്ലാം ഇങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് താങ്ക് യു ദീദി എന്ന് പറയാൻ നമുക്ക് തന്നെ തോന്നുന്നല്ലേ. അത്രമാത്രം മോട്ടിവേറ്റിംഗ് അല്ലെങ്കിൽ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ദീദി, വിച്ച് ഈസ് ദ പേഴ്സണൽ സ്റ്റോറി ഓഫ് മിസ്റ്ററി. ഓക്കെ, ആൻഡ് ഓക്കെ മിസ് ക്ലാസ് അടിപൊളി. താങ്ക് യു കൃഷ്ണാഞ്ജന, താങ്ക് യു. ഓക്കെ, മൂവിങ് ഓൺ ടു our ലാസ്റ്റ് ചാപ്റ്റർ. കെ സദാശിവന്റെ സ്റ്റാമർ എന്ന് പറഞ്ഞിട്ടുള്ള പോയാണ് ഡീൽ ചെയ്യുന്നത്. ആൻഡ് കെ സദാശിവൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മലയാളം കവിയായിരുന്നു, മലയാളത്തിലെ കവിയാണ്. അദ്ദേഹം തന്നെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പോയമാണ് സ്റ്റാമർ എന്ന് പറയുന്നത്. വാട്ട് ഇസ് ദ വേർഡ് മീനിങ് ഓഫ് സ്റ്റാമർ? വിക്കിനെ തന്നെ വിക്ക് എന്ന് പറഞ്ഞ പോയത്തെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് സ്റ്റാമർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയം. ഈ ഒരു പോയത്തിന് ഒരുപാട് പെക്യുലിയാരിറ്റീസ് ഉണ്ട്, സ്പെഷ്യാലിറ്റീസ് വളരെയധികം നിറഞ്ഞിരിക്കുന്ന ഒരു പോയാണ്. കാരണം ഇറ്റ്സ് എ തോട്ട് പ്രൊവോക്കിംഗ് പോയം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് തന്നെ അതാണ്. ഇറ്റ്സ് എ തോട്ട് പ്രൊവോക്കിംഗ് പോയം. കാരണം നമ്മളെ ചിന്തിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരു പോയം ഇങ്ങനെ എടുത്ത് വായിക്കുമ്പോൾ ഓക്കെ ഇതിനെ കുറിച്ചാണ് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നതിനേക്കാൾ അപ്പുറം ഇറ്റ് ഹെൽപ്സ് us to read between the lines, ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പോയമാണ് ഇത്. വരികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, പകരം ഇതിനേക്കാൾ അപ്പുറം അത് എന്തൊക്കെയോ കൺവേ ചെയ്യുന്നുണ്ടെന്ന് വായിക്കുന്ന ഓരോ മനുഷ്യനും ക്ലിയർ ആക്കി തരുന്ന ഒരു പോയാണ് സ്റ്റാമർ ബൈ കെ സച്ചിദാനന്ദൻ. ആൻഡ് ഇറ്റ്സ് എ തോട്ട് പ്രൊവോക്കിംഗ് പോയം, ഒറിജിനലി റിട്ടൺ ഇൻ മലയാളം. മലയാളത്തിലാണ് ആദ്യമായിട്ട് വിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയം വന്നത്. ലേറ്റർ ഇറ്റ് വാസ് ട്രാൻസ്ലേറ്റഡ് ടു ഇംഗ്ലീഷ് ബൈ ദ പോയറ്റ് ഹിംസെൽഫ്. കെ സച്ചിദാനന്ദൻ തന്നെയാണ് പിന്നീട് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ആൻഡ് what is the theme of the poem? The poet says stammer is not a disability but a mode of speech. അതെന്ന് പറയുന്നത് ഒരു എന്താണ്, ഡിസബിലിറ്റി അല്ല. വിൽക്കാന്നുള്ളത് ഒരു ഡിസബിലിറ്റി അല്ല. കാരണം അത് നമ്മൾ ആശയം കൺവേ ചെയ്യുന്ന ഒരു മോഡ് അല്ലെങ്കിൽ ഒരു രീതി മാത്രമാണ്. അതിനെ നിങ്ങളൊരു ഡിസബിലിറ്റി ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ആരുടെ തെറ്റാ? നിങ്ങളുടെ മാത്രം തെറ്റാണ്. ഓക്കെ, and he also compares it with lameness. lameness എന്ന് പറയുന്നത് എന്താണ്? മുടന്ത്, നടക്കാൻ ബുദ്ധിമുട്ടുള്ള മുടന്ത് നമുക്കറിയാലോ. അതുമായിട്ടാണ് അദ്ദേഹം കമ്പയർ ചെയ്യുന്നത്. അതും വളരെ നമുക്ക് വാവുന്നൊരു ഫീല് വരുന്ന രീതിയിൽ കമ്പാരിസൺ ആണ് ഈ ലെയിംനെസ്സും അതേപോലെ തന്നെ സ്റ്റാമറും തമ്മിൽ അദ്ദേഹം കമ്പയർ ചെയ്യുന്നത്. Stammer is the silence that falls between words and its meanings. നമ്മളൊരു വേർഡ് പറയുന്നു, ആ വേർഡ് കേൾക്കുന്ന ഒരാൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നു. ഇതിന്റെ ഇടയിൽ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട് അല്ലെ. വേർഡ്
പറയുന്ന വേർഡ് അത് കേട്ടിട്ട് ഓക്കെ ഇതാണ് എന്ന് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ വരുന്ന ആ ഒരു സൈലൻസ് ആണ് വിക്ക് എന്ന് പറയുന്നത്. അതിനെ നിങ്ങൾ ഡിസബിലിറ്റി ആയിട്ട് കണ്ടോ, അത് നിങ്ങളുടെ തെറ്റാണ്. ബിക്കോസ് ഇറ്റ്സ് എ സൈലൻസ് ബിറ്റ്വീൻ ദ വേർഡ്സ് ആൻഡ് ഇറ്റ്സ് മീനിങ്സ്. എങ്ങനെയാണോ lameness is the silence between the words and the deeds. പറയുന്ന വാക്കും ചെയ്യുന്ന പ്രവൃത്തിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെയാണോ മുടന്തായിട്ട് കമ്പയർ ചെയ്യുന്നത്, അതേപോലെയാണ് വേർഡ്സും മീനിങ്സും തമ്മിലുള്ള സൈലൻസിനെ സ്റ്റാമർ ആയിട്ടും പോയിട്ട് പറയുന്നത്. ഓക്കെ, ക്ലാസ് പൊളിച്ചു ടീച്ചർ, നൈസ് സൗണ്ട്. ഓക്കെ, സൗണ്ട് നോക്കാതെ മോനെ ക്ലാസ്സിൽ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരുന്നേ. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? And he also says that even for a linguist it is difficult to discuss about the history of stammer. ഒരു ഭാഷാശാസ്ത്രജ്ഞനാണെങ്കിൽ പോലും, ലിംഗ്വിസ്റ്റ് എന്ന് പറയുന്നത് a person who studies about language, ഒരു ഭാഷാശാസ്ത്രജ്ഞനാണെങ്കിൽ പോലും ഇതിന്റെ ഉത്ഭവം, അതെങ്ങനെയാണ് വേർതിരിച്ച് ഇങ്ങനെയൊന്നും ഉണ്ടായത്, സ്റ്റാമർ എവിടുന്ന് വന്നു എന്നുള്ളത് പോലും പറയാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അതൊരു ചെറിയ തമാശ രീതിയിൽ പറഞ്ഞതാണ് കേട്ടോ. When we stammer, the listener would not be able to understand its real meaning. നമ്മൾ പറയുന്ന സാധാരണ ഒരു കാര്യം പറയുമ്പോഴേ ലിസണറിന് അതേ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതിൻ്റെ കൂടെ വിൽക്കുകയും കൂടെ ചെയ്താലോ വളരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും അല്ലെ മീനിങ് ചെന്നെത്തുക. ആൻഡ് ദാറ്റ്സ് വാട്ട് ഹി സേസ് ബൈ സെയിങ് ദാറ്റ് ദ ലിസണർ വുഡ് നോട്ട് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് റിയൽ മീനിങ്. അതിന്റെ റിയൽ മീനിങ് എന്താണെന്ന് ലിസണറിന് മനസ്സിലാക്കാൻ ചാൻസ് ഇല്ല. They try to create fabricated stories by their own. അവരുടെ രീതിയിലായിട്ട് അത് വളച്ചൊടിക്കും. ഓക്കെ, പറയുന്നതായിരിക്കില്ല, അവരുടെ കൺവീനിയൻസ് അനുസരിച്ച് അത് മാറ്റിയെടുത്തോണ്ടേയിരിക്കും. Stammer can be considered as a sacrifice. It can be considered as a sacrifice to the god of meanings. ഈ അക്ഷരദേവതയ്ക്ക് നൽകുന്ന ഒരു ബലി, സാക്രിഫൈസ് ആയിട്ട് വിൽക്കുന്നതിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. If all people stammer, it becomes their mother tongue. If all people stammer, it becomes their mother tongue. ആ ഒരു പോയിന്റിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? ഒന്നാമത്തെ കാര്യം, അത് ഡിസബിലിറ്റി അല്ല, ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത്. ഇപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടെങ്കിൽ അതിനെ അയ്യെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയല്ല വേണ്ടത്. ഇറ്റ്സ് സംതിങ് പെക്യൂലിയർ ടു ദം. അവർക്ക് മാത്രം പെക്യൂലിയർ ആയിട്ടുള്ള ഒരു സാധനമാണ് അതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടെ നിർത്തുകയാണ് വേണ്ടത് എന്നുള്ള ഒരു പോയിന്റ് ആണ് അവിടെ തരുന്നത്. ഒന്നാമത്തെ കാര്യം, ഇപ്പൊ നമ്മളെല്ലാവരും, ഇപ്പൊ ഞാനിവിടെ പഠിപ്പിക്കുന്നതും വിക്കിക്കൊണ്ടാണ്, നിങ്ങൾ അവിടെ കേട്ടോണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കമന്റ് ചെയ്യുന്നതും വിക്കിക്കൊണ്ടാണെങ്കിൽ അതൊരു നോർമൽ പ്രൊസീജിയറായി മാറും. അതിന് ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിക്കാനും മാത്രം ഒന്നുമില്ല, നമ്മളെല്ലാം വിക്കിക്കൊണ്ടിരിക്കുകയാണ്. ദെൻ ഇറ്റ് ബിക്കംസ് എ നോർമൽ തിങ്. ഒരാൾ മാത്രം ചെയ്യുമ്പോഴാണല്ലോ അതൊരു പെക്യൂലിയർ തിങ് ആയി മാറുക. എല്ലാവരും അത് ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് എ വെരി കോമൺ ആൻഡ് നാച്ചുറൽ തിങ്. അതേപോലെ if all people stammer, it becomes their mother tongue. എല്ലാവരും വിക്കിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങിയാൽ അത് അവരുടെ മാതൃഭാഷ തന്നെയായി മാറും. Even the God must have stammered when he created man. എന്തിനധികം പറയുന്നു എൻ്റെ പൊന്നു മക്കളെ, ഈ മനുഷ്യന്മാരെ നിർമ്മിച്ചപ്പം നമ്മുടെ ദൈവം തന്നെ ഒന്ന് വിക്കിയിട്ടുണ്ടാവും, അതായത് ഒന്ന് പതറിപ്പോയിട്ടുണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് നമുക്കിട്ടൊരു കൊട്ടല്ലേ. എനിവേ, അത് ഭയങ്കര തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇതിലേക്ക് വരാവുന്ന പല തരത്തിലുള്ള അർത്ഥതലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ആൻഡ് ഓൾ വേർഡ്സ് ഓഫ് മാൻ ഹാവ് ഡിഫറെന്റ് മീനിങ്സ്. ഓരോ വാക്കിനും അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട് അല്ലെ? എല്ലാ വേർഡ്സും സെയിം ആണോ മീനിങ്? അല്ല, അത് ഡിഫറെന്റ് ആണ്. പീപ്പിൾ പ്രേ ആൻഡ് കമാൻഡ് ഡിഫറെന്റ്ലി, therefore it also appears different like poetry. മനുഷ്യന്റെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും പറയുന്നതായിരിക്കില്ല ചെയ്യുന്നതായിരിക്കില്ല ഉദ്ദേശിച്ചതൊന്നും ആയിരിക്കില്ല വേറൊരാൾ കണ്ടുകൊണ്ട് നിൽക്കുന്ന ആൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഓരോ പ്രോസസ്സിലും അത് മാറിക്കൊണ്ടിരിക്കും. അതാണ് പറയുന്നത് ഹ്യൂമൻ ബീങ്സ് take those stories as their own, as fabricated stories. അവർ തന്നെ ഫാബ്രിക്കേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന സ്റ്റോറീസ് ആയിട്ടാണ് അവർ അത് അക്സെപ്റ്റ് ചെയ്യുന്നത്. സോ people say and command differently, therefore it also appears different like poetry. എങ്ങനെയാണോ ഇപ്പം കെ സച്ചിദാനന്ദൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു മീനിങ് അല്ലെങ്കിൽ മെസ്സേജ് ഓഫ് ദ പോയം ഉണ്ടാവും, അതായിരിക്കില്ല നിങ്ങൾ അത് വായിച്ചപ്പം ഉണ്ടായിട്ടുള്ളത്. ഇതൊന്നും ആയിരിക്കില്ല, അദ്ദേഹം ഉദ്ദേശിച്ച മീനിങ്ങും ആയിരിക്കില്ല, നിങ്ങൾ ഉദ്ദേശിച്ച മീനിങ്ങും ആയിരിക്കില്ല. ഇവിടെ ഇപ്പൊ ലൈവിലിരുന്ന് ഞാൻ നിങ്ങളുടെ അടുത്തായിട്ട് ഷെയർ ചെയ്യുന്നതും അത് വായിക്കുന്നവന്റെ ഔചിത്യബോധം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അല്ലെ? അതാണ് പറയുന്നത്. എങ്ങനെയാണോ പോയട്രി ബാക്കിയുള്ളവരിലേക്ക് മെസ്സേജ് എത്തിക്കുന്നത് ഡിഫറെന്റ് ആകുന്നത്, അതേപോലെ തന്നെയാണ് ഹ്യൂമൻ ബീങ്സിന്റെ വേർഡ്സും ഡീഡ്സും എന്നൊക്കെ പറയുന്നതും തന്നെ. ഓക്കെ, സോ സ്റ്റാമർ ഇസ് നോട്ട് എ ഡിസബിലിറ്റി, it's just a silence
between the words and its meanings. Okay, അതിനെ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ഒരാളുടെ ഇതെന്നുള്ള രീതിയിൽ കണ്ടുമുട്ടുക എന്നുള്ളൊരു രീതിയിൽ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. നമ്മളിപ്പോൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിച്ചു? 3-wheel revolution പഠിച്ചു, which is an interview. അടുത്തത് ദീദി പഠിച്ചു. ഇറ്റ്സ് ആക്ച്വലി എന്താണ്? പേഴ്സണൽ സ്റ്റോറി ആണ്. ഷഹീൻ മിസ്രിയുടെ പേഴ്സണൽ റിയൽ ലൈഫ് എക്സ്പീരിയൻസസ് ആണ്. പിന്നെ എന്താണ് പഠിച്ചത്? പിന്നെ നമ്മൾ ലാസ്റ്റ് ഇപ്പോൾ ഡീൽ ചെയ്തത് കെ സച്ചിദാനന്ദന്റെ സ്റ്റാമർ എന്ന് പറഞ്ഞിട്ടുള്ള പോയാണ്. ഇനി നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയോ? പോസിബിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഏതൊക്കെ പോസിബിൾ ക്വസ്റ്റ്യൻസ് വരും? നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ള ക്വസ്റ്റ്യൻസും ചോദിക്കണം കേട്ടോ. ആൻഡ് ഫസ്റ്റ് നമ്മൾ പോകുന്നത് എങ്ങോട്ടാണ്? ഇമെയിലിലേക്ക്. ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ മനസ്സിൽ ഓർക്കേണ്ട കാര്യങ്ങളാണ്. ഫോർമാറ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടോ? ഫോർമാറ്റിനും കോണ്ടന്റിനും സെയിം ഈക്വൽ മാർക്സ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇമെയിലിന് 8 മാർക്സ് ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകുന്നത്. അതിൽ നിങ്ങൾ എഴുതി ഫലിപ്പിക്കുന്നതിന് 4 മാർക്കും അതിന്റെ ഫോർമാറ്റ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നതിന് എത്ര മാർക്കും ആയിരിക്കും? 4 മാർക്സ് ഈക്വലി ഡിവൈഡ് ചെയ്തിട്ട് അങ്ങനെയായിരിക്കും ഉണ്ടാകുക. സോ നിങ്ങൾക്ക് ചില പെശകുകൾ വരാം, മിസ്റ്റേക്സ് വരാം അല്ലെ? കണ്ടന്റ് എഴുതുമ്പോൾ അല്ല മിസ്റ്റേക്സ് വരാം. പക്ഷെ ഞാൻ വരാൻ മാക്സിമം സമ്മതിക്കില്ല. എന്നാൽ വന്നു പോയാൽ തന്നെ ഫോർമാറ്റ് ഒക്കെ കറക്റ്റ് ആണോ? നമുക്ക് പകുതി മാർക്ക് വീണിരിക്കും. ഓക്കെ, സോ ഇമെയിലിന്റെ ഫോർമാറ്റ് എല്ലാവർക്കും അറിയോ? ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ പഠിച്ച ചാപ്റ്റർ ഏതാ? 3-wheel revolution ആണ് അല്ലെ? 3-wheel revolutionനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ വരാം. R&D എന്താണ്? വിങ് ഓഫ് സമ്മൺ ഫൗണ്ടേഷൻ ഇസ് ആക്ച്വലി പ്ലാനിങ് ടു റീഡിസൈൻ ദിസ് റിക്ഷോ. അല്ലെങ്കിൽ റൈറ്റ് ആൻഡ് ഇമെയിൽ, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് റൈറ്റ് ആൻഡ് ഇമെയിൽ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് ആൻഡ് ഇമെയിൽ ടു ഇർഫാൻ എന്നുള്ള രീതിയിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും വരിക? ആദ്യം ഇമെയിലിന്റെ ഫോർമാറ്റ് വളരെ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കണം. ഫസ്റ്റ് വൺ ഇസ് എന്താണ് വരിക? ഫ്രം വരും അല്ലേ? 2 വരും. CC, BCC, സബ്ജക്റ്റ് വരും. അഡ്രസ് ചെയ്യുന്നത് വരും. ഹലോ അല്ലെങ്കിൽ എന്തെങ്കിലും വരും, അല്ലെങ്കിൽ ഡിയർ സർ എന്നുള്ളൊരു രീതിയിൽ വരും. ഇവിടെ ബോഡി ഓഫ് ദ ഇമെയിൽ വരും. അല്ലെങ്കിൽ ലാസ്റ്റ് വന്ന് കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? യോഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്നുള്ള രീതിയിൽ കൺക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതിൽ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്? ഫ്രം അഡ്രസ് ഇമെയിൽ ഓപ്പൺ ചെയ്യുമ്പോഴേ നമ്മുടെ അഡ്രസ് അവിടെ വന്നിരിക്കും. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. എഴുതി കഴിഞ്ഞതിന് ശേഷം @gmail.com എന്നുള്ള സാധനം എഴുതാൻ മറക്കരുതേ. ഫോർമാറ്റിൽ അതൊക്കെ ഉൾപ്പെടും. ഓക്കെ, ടു ആർക്കാണ് എന്നുള്ള ഒരു രീതിയിൽ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇർഫാൻ അലം, സ്മോൾ ലെറ്റർ ആക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. @gmail.com എന്തെങ്കിലും അതേപോലെ എഴുതുക. CC, BCC എക്സാമിന് നിങ്ങളത് ചെയ്യേണ്ട ആവശ്യമില്ല. സബ്ജക്റ്റ് ഇപ്പൊ കൊടുക്കുകയാണെങ്കിൽ എന്ത് കൊടുക്കാനായിട്ട് പറ്റും? റീഡിസൈനിങ് ദ റിക്ഷോ എന്നുള്ള രീതിയിൽ സബ്ജക്റ്റ് കൊടുക്കാനായിട്ട് സാധിക്കും. ആൻഡ് ഹലോ പറഞ്ഞിട്ട് അഡ്രസ് ചെയ്യുന്നു. ഫസ്റ്റ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആണ്. ഇൻട്രൊഡക്ടറി സെന്റൻസ് ആണ് ഫസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പം നമ്മൾ എഴുതുന്ന ഒരു ഇതാണെങ്കിൽ ദിസ് email is to draw your attention towards the creative aspects of redesigning rickshaws എന്നുള്ള രീതിയിൽ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ബോഡി ഓഫ് ദ ഇമെയിൽ വരുമ്പോഴത്തേക്കും എങ്ങനെ നിങ്ങൾക്ക് ഇതിനെ ഇംപ്രൊവൈസ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ക്രിയേറ്റീവ് ആസ്പെക്ട്സ് എന്താണ്, നിങ്ങളുടെ പ്ലാൻസ് എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഐഡിയാസ് കൊടുക്കുക. ഓക്കെ, ലോജിക്കുള്ള ഐഡിയാസ് കൊടുക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. ആൻഡ് ലാസ്റ്റ് കൺക്ലൂഡിംഗ് സെന്റൻസ് എന്ന് പറയുന്നത് ഹോപ്പ് ദിസ് ഇമെയിൽ ഫൈൻഡ്സ് യു വെൽ ആൻഡ് മീറ്റ് എന്താണ് ഹോപ്പിംഗ് ടു സീ യു സൂൺ, അല്ലെങ്കിൽ എന്താണ് എക്സ്പെക്ടിങ് ഫോർ എ പോസിറ്റീവ് റിപ്ലൈ ഫ്രം യു സർ എന്നൊക്കെയുള്ള ഒരു രീതിയിൽ പറഞ്ഞു നിർത്താനായിട്ട് സാധിക്കും. സോ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി നെയിം എന്താണോ അല്ലെങ്കിൽ സിഗ്നേച്ചർ എന്താണോ അത് എഴുതുന്നതാണ് ഇമെയിലിൻ്റെത്. ആൻഡ് മറക്കല്ലേ എൻ്റെ പൊന്നു മക്കളെ, ബോക്സ് വേണം കേട്ടോ. ഈ ഫോർമാറ്റിൽ ബോക്സ് ഉണ്ടോ എന്ന് നോക്കും, @gmail.com ഉണ്ടോ എന്ന് നോക്കും, ക്യാപ്സ് ലോക്ക് ആണോ എന്ന് നോക്കും. ഇതൊക്കെ ചേർന്ന് നിൽക്കുന്നതാണ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഫോർമാറ്റ് വളരെയധികം കറക്റ്റ് ആണോ? പാതി മാർക്ക് അവിടെ വീണ് കഴിഞ്ഞു. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? കമന്റ്സ് ഒക്കെ പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ അല്ലേ? എല്ലാവർക്കും എല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നാളെ അക്കൗണ്ടിങ് ക്ലാസ് ഉണ്ടോ? ഗുഡ് ക്ലാസ് മാം, താങ്ക് യു. എല്ലാവരും മെസ്സേജ് അയക്കുന്നുണ്ട്. ക്ലാസ് ഒക്കെ ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമുക്ക് സമയം കളയാനില്ല. ഹാഫ് ഇയർലി എക്സാമിങ് അടുത്തിരിക്കുകയാണ്. സോ വിൽ കണ്ടിന്യൂ. ഇതാണ് ഇമെയിലിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ,
ഫ്രം വേണം, ടു അഡ്രസ്സ് വേണം, ദെൻ ഇവരുടെ രണ്ടുപേരുടെയും അഡ്രസ്സ് പറയുമ്പോൾ gmail.com എന്നുള്ളൊരു സാധനം ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഷോർട്ട് ക്യാപ്സ് ലോക്ക് ആവാൻ പാടില്ല. സബ്ജക്റ്റ് എന്താണോ അത് ചെയ്തിരിക്കണം. ദെൻ ഇൻട്രൊഡക്ഷൻ, ബോഡി, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്നുള്ള രീതിയിൽ പറഞ്ഞ് ബോക്സ് വരയ്ക്കാൻ മറക്കരുത്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ ഇമെയിൽ സെറ്റാണ്. ഓക്കെ, ദെൻ മൂവിങ് ഓൺ ടു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജോബ് ആപ്ലിക്കേഷൻ ആൻഡ് റെസ്യൂമി. ആ ഒരു ഇത് ഉറപ്പായിട്ടും വരും. അഗൈൻ 8 മാർക്സ് ആയിരിക്കും. 8 മാർക്സ് ജോബ് ആപ്ലിക്കേഷൻ്റെ കവറിംഗ് ലെറ്ററിനും 4 മാർക്സ് കവർ ലെറ്ററിനും റെസ്യൂമിക്ക് 4 മാർക്സും കൂടെ കൂട്ടിയാൽ ടോട്ടൽ 8 മാർക്സിന് വരാൻ ചാൻസ് ഉണ്ടെന്നല്ല, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെച്ചിരിക്കണം. സോ കവറിംഗ് ലെറ്റർ എന്താണ്? നമ്മൾ ഇതേപോലെ തന്നെ ഇന്നത് ചെയ്യാൻ പോവാണ്, എന്താണ് ഒരു അഡ്വർടൈസ്മെന്റ് തരും. എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ വരിക? ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു അഡ്വർടൈസ്മെന്റ് കാണും, വാണ്ടഡ് എന്നുള്ളൊരു രീതിയിൽ. അല്ലെങ്കിൽ ഇപ്പം ഇംഗ്ലീഷ് ടീച്ചറിനെ ഒരു സ്കൂളിലേക്ക് ആവശ്യമുണ്ട്, ABC സ്കൂൾ ന്യൂഡൽഹി, ഇൻ സെർച്ച് ഓഫ് എ ഇംഗ്ലീഷ് ടീച്ചറിന് ആവശ്യമുണ്ട്, ഇത്രയുമാണ് റിക്വയർമെന്റ്സ് എന്നുള്ളൊരു രീതിയിൽ ഒരു ബോക്സിലെ അഡ്വർടൈസ്മെന്റ് ആയിട്ടായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരിക. ഓക്കെ, അതിന് ഫസ്റ്റ് നിങ്ങൾ എഴുതേണ്ട ലെറ്റർ എഴുതണം. അത് അഗൈൻ ഫ്രം ഡേറ്റ് ടു. ലെറ്ററിന്റെ ഫോർമാറ്റ് എല്ലാവർക്കും അറിയാലോ. ഫ്രം ആരാണ്, എന്തിനാണ്, ഡേറ്റ്, സബ്ജക്റ്റ് എഴുതണം. ഓക്കെ, സബ്ജക്റ്റ് എങ്ങനെയാണ് എഴുതുക? ലെറ്റർ ഫോർമാറ്റിൽ വരുമ്പോഴത്തേക്ക് application for the post of English teacher. ഓക്കെ, ഷോർട്ട് ഫോം യൂസ് ചെയ്യാണ്. സബ്ജക്റ്റ് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ടീച്ചർ എന്ന് എഴുതുകയാണെങ്കിൽ കവർ ലെറ്ററിന്റെ തൊട്ട് താഴെയായിട്ട് റെഫറൻസും കൂടെ വേണം. എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വേക്കൻസി ഉണ്ടെന്ന് അറിയാൻ ചാൻസ് കിട്ടിയത്? എവിടെ നിന്നാണോ അറിഞ്ഞത് ആ ഒരു ഇത് വേണം റെഫറൻസിൽ എഴുതാൻ. ഫോർ എക്സാമ്പിൾ അഡ്വർടൈസ്മെന്റ് ആണ്. ഓക്കെ, അഡ്വർടൈസ്മെന്റ് ഇൻ ദ ഹിന്ദു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ കൊടുക്കാം. ഇൻ ദ ഹിന്ദു, ഡേറ്റഡ് ഓൺ, എന്നാണ് ഇത് വന്നത് എന്നുള്ളതിനെ കുറിച്ച് പറയാം. ഓക്കെ, ഡേറ്റഡ് ഓൺ ഇപ്പം 1st December 2023. ഓക്കെ, ആ ഒരു രീതിയിൽ പറയാം. ദെൻ സ്റ്റാർട്ട് ചെയ്യാണ്. സല്യൂട്ടേഷൻ വേണം, ഡിയർ സർ. അതായത് എക്സാമ്പിൾ പറയാമെങ്കിൽ ഇൻ റെസ്പോൺസ് ടു യുവർ അഡ്വർടൈസ്മെന്റ് appeared on the Hindu newspaper dated on 1st December 2023, I would like to apply for the post of English teacher at your school എന്നൊക്കെയുള്ള രീതിയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻട്രൊഡക്ഷൻ പറയാനായിട്ട് സാധിക്കണം. അത് കഴിഞ്ഞിട്ട് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞാൽ ബോഡി പാർട്ടിലായിട്ട് എന്ത് പറയാം? I have completed my post-graduation with 85% from Kerala University. Then I also passed this എന്താണ് 10th പറയാം, +2 പറയാം, with ഇത്ര percentage of marks ആണ് നേടിയത്. What are your qualification എന്നുള്ള രീതിയിൽ അത് പറയാനായിട്ട് സാധിക്കും. Then you have ഏതൊക്കെ ലാംഗ്വേജസിലാണ്? Besides all this, I'm fluent in English, മലയാളം, ഹിന്ദി. ആ ഒരു രീതിയിൽ നിങ്ങളുടെ സ്കിൽസ് എന്തൊക്കെയാണ്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു വേക്കൻസിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തത് എന്നതിനെ കുറിച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു കൺവിൻസിംഗ് രീതിയിൽ എഴുതുന്ന ഒരു ലെറ്റർ ആണ് കവറിംഗ് ലെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഐ വിൽ ബി റിയലി ഹാപ്പി ടു വർക്ക് ഇൻ യുവർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ലുക്കിംഗ് ഫോർവേഡ് ഫോർ എ പോസിറ്റീവ് റിപ്ലൈ ഫ്രം യു, ആൻഡ് ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ടു ഫുൾഫിൽ ഓൾ മൈ ഡ്യൂട്ടീസ്, ആൻഡ് ഐ വിൽ ട്രൈ ടു ഡു, അല്ലെങ്കിൽ ഐ വിൽ ബി അപ് ടു ഡേറ്റ് ഇൻ മൈ വർക്ക് എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ പൊളിച്ചിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു വർക്ക് എന്നെ അസൈൻ ചെയ്യേണ്ട താമസം മാത്രമേ ഉള്ളൂ, ഞാൻ പൊളിച്ചടുക്കിയിരിക്കും എന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്ന ഒരു ലെറ്റർ ആണ് ഇതെന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ ഉടനെ നെക്സ്റ്റ് പിന്നെ നമുക്ക് എന്ത് വരാം? റെസ്യൂമെ ആണ് എഴുതുന്നത്. ഇതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ഒരു ജോബ് ആപ്ലിക്കേഷനിൽ ആദ്യത്തെ ലെറ്റർ പറയുമ്പോഴത്തേക്ക് ആദ്യം വേണ്ടത് ഫ്രം അഡ്രസ് ആണ്, പിന്നെ ഡേറ്റ് ആണ് വരേണ്ടത്. സോറി മിസ് അവിടെ വിട്ടുപോയതാണ് കേട്ടോ. അവിടെ ഒരു 2 അഡ്രസ് മാർക്കാണെന്നുള്ളതും കൂടെ വേണം കേട്ടോ, അല്ലാതെ വേറെ എവിടേക്കെങ്കിലും ചെന്ന് എത്തില്ലേ. ഡെസ്റ്റിനേഷൻ എവിടെയാണ്, എവിടെ ചെന്ന് എത്തണം എന്നുള്ളതിനെ കുറിച്ചും ഐഡിയ ഉണ്ടായിരിക്കണം. 2 വേണം. ദെൻ സബ്ജക്ട് എന്താണ്? ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ടീച്ചർ. റെഫറൻസ്, എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വേക്കൻസി ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് ഐഡിയ കിട്ടിയത്? ആൻഡ് ഇറ്റ് വാസ് ഫ്രം ആൻ അഡ്വർടൈസ്മെന്റ്
advertisement in the Hindu newspaper dated on ഇന്നത് എന്ന് പറയുന്നു. salutation വെച്ച് dear sir എൻ്റെ ക്വാളിഫിക്കേഷൻ എത്രയാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇത്രയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്, ഇതൊക്കെയാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ സ്റ്റാറ്റസ് ആൻഡ് ഐ തിങ്ക് ഐ ഫിറ്റ് ടു ദ പൊസിഷൻ ഓഫ് ഇംഗ്ലീഷ് ടീച്ചർ ഇൻ യുവർ സ്കൂൾ എന്നുള്ള രീതിയിൽ കൺവിൻസ് ചെയ്ത് yours faithfully പറഞ്ഞ് അത് അവസാനിപ്പിക്കാം. ഓക്കെ, ഇതാണ് ലെറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ആൻഡ് നെക്സ്റ്റ് വി ഹാവ് റെസ്യൂമേ. റെസ്യൂമേ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ CV അല്ലെങ്കിൽ ബയോഡേറ്റ, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും എന്തൊക്കെയാണ് ഇത് കിട്ടുന്ന റെസ്യൂമേ കിട്ടുന്ന ആൾക്ക് ഇയാൾക്ക് ഇതിന് അനുയോജ്യമായിട്ടുള്ള ആളാണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ മാക്സിമം ഡീറ്റെയിൽസ് പേഴ്സണൽ ഡീറ്റെയിൽസും കൂടെ കിട്ടണം. ക്വാളിഫിക്കേഷൻ സ്റ്റേറ്റസ് എന്താണെന്ന് മനസ്സിലാക്കണം. ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ റെസ്യൂമേ എന്ന് പറയുന്നത്. അതിനും ഒരു ഫോർമാറ്റ് ഉണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ we write resume. The first one is name. പേര് എന്താണെന്ന് എഴുതുക. Then your age. എത്ര വയസ്സായി, male or female. Then name of father എഴുതിയാൽ നല്ലത്. അതൊക്കെ എക്സ്ട്രാ പോയിന്റ്സ് ആയിട്ട് എഴുതാം. Then we have date of birth. ഡേറ്റ് ഓഫ് ബർത്ത് എത്ര വയസ്സായി എന്നുള്ളതിനെ ഇതാക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത്. ദെൻ മാരിറ്റൽ സ്റ്റേറ്റസ്. ഓക്കെ, താങ്ക് യു. ക്ലാസ്സിനെ കുറിച്ചും അടിപൊളിയായിട്ട് കമന്റ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ അത് ശ്രദ്ധിക്കുന്നില്ല, കാരണം ഇതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം. ഓക്കെ, സോ മാരിറ്റൽ സ്റ്റേറ്റസ്, വെദർ യു ആർ മാരീഡ് അതോ സിംഗിൾ ആണോ മാരീഡ് ആണോ എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള ഒരു മാരിറ്റൽ സ്റ്റേറ്റസ്. ദെൻ അഡ്രസ്, അഡ്രസ് എന്താണ് എന്നതിനെ കുറിച്ചും എഴുതുക. ദെൻ ഇഫ് പോസിബിൾ ഇമെയിൽ, അവർക്ക് എന്തായാലും നിങ്ങളെ കോൺടാക്ട് ചെയ്യണ്ടേ, അപ്പോൾ ഇമെയിൽ എന്താണെന്ന് പറയുക. ദെൻ നാഷണാലിറ്റി, അഡ്രസ്സ് പറയുന്ന കൂട്ടത്തിൽ തന്നെ നാഷണാലിറ്റി എന്നുള്ളൊരു പോയിന്റ് വരിക. ദെൻ കംസ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. കേട്ടോ, അതായത് നമ്മൾ അവസാനം പഠിച്ചത് എന്താണോ അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങാം. ലൈക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ആയിരിക്കും കഴിഞ്ഞിട്ടുണ്ടാകുന്നത്, അപ്പോൾ MA, അപ്പം ഇംഗ്ലീഷ് ടീച്ചറിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ. അപ്പം MA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ 85% ഏത് ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയാം. അല്ലെങ്കിൽ ഗ്രാജുവേഷൻ BA ഫ്രം എന്താണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി 92%. പിന്നെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഇന്നതാണ് എന്നുള്ളൊരു രീതിയിൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ഇതൊന്നും അല്ലാതെ നിങ്ങൾക്ക് ബാക്കി വേറെ സ്കിൽസ് ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ സ്കിൽസ്, അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് അല്ലെങ്കിൽ കോമ്പയറിംഗ് കാണും, അല്ലെങ്കിൽ പേപ്പർ പ്രസന്റേഷനുകൾ കാണും, അങ്ങനത്തെ പല, അല്ലെങ്കിൽ പ്യുവർ ടീച്ചിങ് കാണും. അങ്ങനത്തെ അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ സ്കിൽസ് ആയിട്ടുള്ള ഒരു രീതിയിൽ പറയാം. അല്ലെങ്കിൽ ബേസിക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വളരെയധികം ഇതാണ്. വാട്ട് are the things that make you fit to this particular position? ആ ഒരു ഡെസിഗ്നേഷനിൽ നിങ്ങൾക്ക് ഇതിന് അർഹനാണ് എന്നുള്ള രീതിയിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്നുള്ളതിനെ കുറിച്ച് സ്കിൽസിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ദെൻ വി ഹാവ് ലാംഗ്വേജസ് നോൺ, ഏതൊക്കെ ലാംഗ്വേജസ് അനായാസമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളത്. ലൈക്ക് മെയിൻലി ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം ഒക്കെ ആയിരിക്കുമല്ലോ. ആൻഡ് ദെൻ വി ഹാവ് ഇൻട്രസ്റ്റ്, നിങ്ങളുടെ ഹോബീസ് എന്ന് പറയും, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എന്തൊക്കെയാണ് എന്നുള്ളൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ ഒരു സാധനം വേണം. എന്താണെന്നറിയോ? ഡിക്ലറേഷൻ. ഞാൻ ഈ പറഞ്ഞേക്കുന്നത്, ഞാൻ ഈ സ്ഥാപിച്ചേക്കുന്നത് എല്ലാം ശരിയാണ്. ടു ദ ബെസ്റ്റ് ഓഫ് മൈ നോളജ് എവറിത്തിങ് ഐ ഡിക്ലെയർ, അല്ലെങ്കിൽ ഐ ഡു ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ദി അബോവ് ഇൻഫോർമേഷൻ ഈസ് ഹിയർ that I have given here is best to my knowledge എന്ന് പറഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്യാണ്. അത് നമ്മുടെ സൈൻ ആണ്. ലാസ്റ്റ് എന്ന് പറയുന്നത് ഡിക്ലറേഷൻ ആണ് കേട്ടോ. ഞാൻ ഈ പറഞ്ഞതെല്ലാം ശരിയാണ്, ഇതിന്റെ മേലെ വരുന്നത് എല്ലാത്തിന്റെയും റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ ഡിക്ലെയർ ചെയ്യുന്ന ഒരു ഡിക്ലറേഷൻ ലെറ്ററും കൂടെ കഴിഞ്ഞാൽ ജോബ് ആപ്ലിക്കേഷൻ റെസ്യൂമിക്കുള്ള 8 മാർക്സ് വീണ് കഴിഞ്ഞിരിക്കും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട, ചോദിച്ചുകൊണ്ടേയിരിക്കും. ചോദിച്ച് പഠിച്ച് നമുക്ക് ഒരുമിച്ച് വളരാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ദെൻ വി ഹാവ് ലെറ്റർ. അടുത്ത മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ലെറ്റർ. ലെറ്റർ അഗൈൻ ഇത്രയും മാർക്സിന് തന്നെ വരും. ഇത് നമുക്ക് 2 ടൈപ്സ് ഓഫ് ലെറ്റേഴ്സ് ഉണ്ടല്ലോ. ഫോർമൽ ഉണ്ട്, ഇൻഫോർമൽ ലെറ്റർ ഉണ്ട്. സ്കൂളുകളിലേക്ക്,
കോളേജസുകളിലേക്ക്, ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ഓഫീസുകളിലേക്ക് പ്രൊഫഷണൽ ബന്ധം അനുസരിച്ച് നമ്മൾ അയക്കുന്ന ലെറ്റേഴ്സ് ഫോമൽ ലെറ്റർ കാറ്റഗറിയിൽ വരും. റിലേറ്റീവ്സിന്, ഫ്രണ്ട്സിന് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ്, ക്ലോസ് ഫ്രണ്ട്സ് അവർക്കൊക്കെ അയക്കുന്നത് ഇൻഫോർമൽ ലെറ്ററായിട്ടും വരും. ഈ രണ്ട് ടൈപ്സ് ഓഫ് ലെറ്റേഴ്സിനും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോമാറ്റ്സ് ആണ് ഉള്ളത്. ഫോമൽ ലെറ്റർ ഒരു മെയിൽ അയക്കുന്ന പോലെയൊക്കെ തന്നെയാണ്. നമ്മുടെ ഫോമൽ ലെറ്ററിന്റെ കുറച്ചും കൂടി ഒരു അപ്ഡേറ്റഡ് വേർഷൻ ആണ് ഇമെയിൽ, ഇലക്ട്രോണിക് മെയിൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഫ്രം, ഡേറ്റ്, ടു അഡ്രസ് ആരാണോ, സബ്ജക്റ്റ് എന്താണ്, സല്യൂട്ടേഷൻ കൊടുക്കുക. 3 parts of the letter. First one is introduction, second one is body of the letter, and the last one is conclusion. ഇത്രയും പറഞ്ഞിട്ട് ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? yours faithfully. signature me. ഇങ്ങനെയാണ് നമ്മൾ ഫോമൽ ലെറ്ററിന്റെ ഫോമാറ്റ് എന്ന് പറയുന്നത്. ഫ്രം, ആരാണ് അയക്കുന്നത് എന്നുള്ളത്, ഡേറ്റ് ഏത് ദിവസമാണ്, 25 ജാനുവരി 2023 എന്ന് എഴുതുന്നു. ടു, ആർക്കാണ് നമ്മൾ ഇത് അയക്കാൻ ഉദ്ദേശിക്കുന്നത്. സബ്ജക്റ്റ് വളരെ ക്രിസ്പായിട്ട് ഒരു ഒറ്റ സെന്റൻസിൽ എന്താണ് പ്ലാൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ലെറ്റർ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ റിക്ഷോ ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇമെയിലിന് പകരം ഒരു ഫോമൽ ലെറ്റർ ആണ് അയക്കാൻ പറയുന്നതെങ്കിൽ റീഡിസൈനിങ് ഓഫ് റിക്ഷോ മാത്രം പറഞ്ഞാൽ മതി. വളരെ ക്രിസ്പായിട്ട് ഷോർട്ടായിട്ട് പറയാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ ഹലോ സർ അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് സർ എന്നുള്ള സല്യൂട്ടേഷൻ കൊടുത്തിട്ട് ഐ എം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു ഡ്രോ യുവർ അറ്റൻഷൻ ടുവേർഡ്സ്, അല്ലെങ്കിൽ ഇന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എഴുതുന്നതെന്നുള്ള കാര്യം പറയുക. ബോഡി എന്ന് പറയുമ്പം ഇൻട്രൊഡക്ഷൻ പിന്നെയും ഷോർട്ട് ആയിരിക്കണം. ഇൻട്രൊഡക്ഷനിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് കുറച്ചും കൂടി ഇലോബറേറ്റഡ് വേർഷനിൽ എഴുതുന്നതാണ് ബോഡി. അതിൽ നിങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുടെ പ്ലാൻസ് എന്താണ്, അങ്ങനത്തെ സംഭവങ്ങളെ കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയുക. ആൻഡ് ലാസ്റ്റ് കൺക്ലൂഷൻ ആയിട്ട് ഇന്നതൊക്കെയാണ് എൻ്റെ പ്ലാൻസ്, ഐ ഹോപ്പ് ഇറ്റ് വിൽ ഹെൽപ്പ് യു to find it, അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് മീറ്റിംഗ് അല്ലെങ്കിൽ ഹോപ്പ്ഫുള്ളി വെയിറ്റിംഗ് ഫോർ എ പോസിറ്റീവ് റിപ്ലൈ ഫ്രം യുവർ സൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി പറഞ്ഞ് അത് കൺക്ലൂഡ് ചെയ്യാം. ആൻഡ് ഇറ്റ്സ് ഇതെന്തിനാണ് ഫോമൽ ലെറ്റർ മെയിൻലി ടു പ്രൊഫഷണൽ രീതിയിലുള്ള റിലേഷൻഷിപ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോമൽ ലെറ്റേഴ്സ് എഴുതുക. ദെൻ വി ഹാവ് ഇൻഫോമൽ ലെറ്റർ. ഇൻഫോമൽ ലെറ്ററിന് അങ്ങനെ പ്രത്യേകിച്ച് വലിയ ഫോമാറ്റ് ഒന്നുമില്ല. ഫ്രം, ഡേറ്റ്, ടു ഒക്കെ കൊടുത്തതിന് ശേഷം വളരെ കൂളായിട്ട് നമ്മൾ കാര്യങ്ങൾ പറയുന്ന രീതിയിൽ, ഫ്രണ്ട്സിൻ്റെ അടുത്ത് നമ്മളിപ്പോൾ എങ്ങനെയാണ് ഒരു കാര്യം വാട്സാപ്പ് ടെക്സ്റ്റ് ചെയ്യുന്നത് അത് കുറച്ചും കൂടെ ഒന്ന് വൃത്തിക്ക് എഴുതുന്നതാണ് ഇൻഫോമൽ ലെറ്ററിൽ കാര്യമായിട്ട് വരുന്ന മാറ്റം എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷഹീൻ മിസ്ത്രിയുടെ സ്റ്റോറി ദീദി എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറി നിങ്ങൾ വായിച്ചു, വളരെയധികം മോട്ടിവേറ്റഡ് ആയി, ഇൻസ്പയർഡ് ആയി. ആൻഡ് യു ഷുഡ് ഓൾസോ റീഡ് ദാറ്റ് പെർട്ടിക്കുലർ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രണ്ടിന് അയക്കുന്ന ഇൻഫോമൽ ലെറ്റർ തയ്യാറാക്കാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ പറയും? ഹലോ മൈ ഡിയർ, അല്ലെങ്കിൽ മൈ ഡിയർ എന്ന് പറഞ്ഞിട്ട് സല്യൂട്ടേഷൻ കൊടുത്തതിന് ശേഷം ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ, അല്ലെങ്കിൽ ഹൗ ഡു യു ഡു എന്ന് ചോദിക്കാം. ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് സുഖമാണോ, അവിടെ ഇങ്ങനെയൊക്കെ അല്ലേ എന്നുള്ളൊരു കാര്യാന്വേഷണം, കുശലാന്വേഷണം എന്ന് പറയല്ലേ, അതെല്ലാം അന്വേഷിച്ചതിന് ശേഷം നിങ്ങൾക്ക് കാര്യത്തിലേക്ക് കടന്നു വരാം. എങ്ങനെയാണ് കടന്നു വരിക? റീസെൻ്റ്ലി ഐ റെഡ് വൺ ബുക്ക്. ഇറ്റ് വാസ് എ ഷോർട്ട് സ്റ്റോറി. ഇറ്റ്സ് എ റിയൽ ലൈഫ് പേഴ്സണൽ ഇൻസിഡൻറ്റ് ദാറ്റ് ഹാപ്പൻ ഇൻ ദ ലൈഫ് ഓഫ് ഷഫീൻ മിസ്ട്രി എന്നുള്ള രീതിയിൽ നമുക്ക് കാര്യങ്ങൾ വളരെയധികം ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനായിട്ട് സാധിക്കും. എന്താണ് അത് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തതിൻ്റെ മെയിൻ റീസൺ എന്താണ്, ഏത് ഒരു ആസ്പെക്ട് ഓഫ് ദ സ്റ്റോറിയാണ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തത്, അതിലേക്ക് നിങ്ങളെ ആകർഷിക്കുന്ന ഘടകം എന്താണ്, അത് ഞാൻ നീയുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദാറ്റ് ആസ്പെക്ട്. ഇത് നമ്മുടെ റിയൽ ലൈഫിൽ കൊണ്ടുവരികയാണെങ്കിൽ അത് എത്രത്തോളം ഹെൽപ്ഫുൾ ആയിരിക്കും, ഇവരെങ്ങനെയാണ് നമ്മുടെ ഒരു റോൾ മോഡലായി തീരുക, അങ്ങനെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളില്ലേ, അതൊരു ഫ്രണ്ടിനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിൽ എഴുതുന്നതിനെയാണ് ഇൻഫോമൽ ലെറ്റർ എന്ന് പറയുന്നത്. ആൻഡ് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി ഒന്നും വേണ്ട, യുവേഴ്സ് ലവിംഗ്ലി എന്നൊക്കെ പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കാനായിട്ട് സാധിക്കും. ആൻഡ് ലെറ്ററും ഫോമാറ്റും ഏകദേശം ഉറപ്പായെന്ന് വിചാരിക്കുന്നു. ആൻഡ് ദെൻ വി ഹാവ് നറേഷൻ അഗൈൻ ഈ ഒരു 8 മാർക്സ് ഉള്ള രീതിയിൽ വരുന്നതാണ്. നമ്മൾ പറയുന്ന ഒരു കാര്യം, സ്റ്റോറി നറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്താ, കഥ പറയുക. പകരം സ്റ്റോറിക്ക് പകരം എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ആണ് നമ്മൾ പറയുന്നതെങ്കിൽ അതൊരു നറേഷനായി മാറും. റിയൽ ലൈഫിൽ നടന്നിട്ടുള്ള ഒരു ഇൻസിഡന്റ് പറയുന്നതിനെ നറേഷൻ എന്ന് പറയും. ഓക്കെ, സ്റ്റോറി നറേഷൻ അറിയാലോ, കഥ പറയുന്നത്. അതേപോലെ നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ അതിനെ ജസ്റ്റ് നറേഷൻ എന്ന് പറയുക.
അപ്പം നറേഷൻ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത് ഒരു എക്സാമ്പിൾ ഞാനിപ്പോൾ തരികയാണെങ്കിൽ നമ്മുടെ സന്ധ്യ ആരാണ്? കമന്റ് ചെയ്തേ. ഷഫി മിസ്ട്രിയുടെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ള സന്ധ്യ എന്ന് പറഞ്ഞുള്ള ഒരു ക്യാരക്ടറായിട്ട് നമുക്ക് മീറ്റ് ചെയ്യാൻ ചാൻസ് കിട്ടുന്നു. അപ്പൊ സന്ധ്യ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് മിസ്ട്രിയെ കണ്ടിട്ടുള്ള കാര്യം, ദീദിയെ കണ്ടിട്ടുള്ള കാര്യം നമ്മുടെ അടുത്ത് പറഞ്ഞു തരുന്ന രീതിയിൽ ഒരു നറേഷൻ പറയാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യും? അത് ഫസ്റ്റ് പേഴ്സൺ നറേഷനിലായിരിക്കും. ഇമാജിൻ യുവർ സെൽഫ് ആസ് സന്ധ്യ എന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് പേഴ്സൺ നറേഷനിൽ, അതായത് നിങ്ങൾ സന്ധ്യയായി മാറണം. ഐ മെറ്റ് എ വെരി ബോൾഡ് ആൻഡ് യങ് ആൻഡ് ബ്യൂട്ടിഫുൾ ലേഡി ടുഡേ ആൻഡ് ഷീ വാസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. ആൻഡ് എന്തൊക്കെയാണ് അവരുടെ ലൈഫിൽ നിന്ന് ഞാൻ എന്തൊക്കെ പഠിച്ചു, ആൻഡ് വൈ ഐ കോൾ ഹർ ദീദി. വി ഡോണ്ട് ഹാവ് എനി കൈൻഡ് ഓഫ് ബ്ലഡ് റിലേഷൻ ബിറ്റ്വീൻ ഈച്ച് അതർ ബട്ട് ഐ സ്റ്റിൽ കൺസിഡർ ഹെർ ആസ് മൈ ദീദി എന്നൊക്കെയുള്ള ഒരു രീതിയിൽ അവരെ എങ്ങനെയാണ് അവർ ടച്ച് ചെയ്തത്, ദീദി എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിൽ ഷഫീം മിസ്ട്രി എങ്ങനെയാണ് സന്ധ്യയെ ടച്ച് ചെയ്തെന്നുള്ള രീതിയിൽ നിങ്ങൾ സന്ധ്യയായി അവിടെ മാറിയിരിക്കണം കേട്ടോ. സന്ധ്യ ഇതൊക്കെയാണ് എന്താണ് എക്സ്പീരിയൻസ് ചെയ്തത് എന്നുള്ള രീതിയിലല്ല, നിങ്ങൾ സന്ധ്യയായി മാറി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ കൺവിൻസിംഗ് ആയിട്ട് പറയാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം ഇംഗ്ലീഷ് സബ്ജക്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും അങ്ങേ തലത്തിൽ കൊണ്ടുപോയി എക്സ്പ്രസ് ചെയ്ത് എഴുതാനായിട്ട് പറ്റുന്നതാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ. നമുക്ക് പറ്റുന്നിടത്തോളം അല്ലെ എന്താണ് തള്ളി മറിക്കാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ പറയുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി, ഇത് രണ്ടും ലോജിക്കിന്റെ ഹെൽപ്പോട് കൂടി കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ സാധിച്ചാൽ നിങ്ങളുടെ ആൻസർ ഷീറ്റ് ഡിഫറെൻ്റ് ആയിട്ട് വ്യത്യസ്തമായിട്ട് ടീച്ചറിൻ്റെ അടുത്ത് എത്തുകയും ചെയ്യും. നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ലിറ്ററേച്ചർ ആസ്പെക്റ്റ് ഒക്കെ എന്താണ് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ള ഒരു സത്യാവസ്ഥ ടീച്ചറിന് മനസ്സിലാക്കി കിട്ടുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ്. കാരണം ഒരു കാര്യം ഒരേ ഫോർമാറ്റിൽ ഒരേ കാര്യം എന്തെങ്കിലും പഠിച്ചു വെച്ച് പോകുന്നതിനേക്കാൾ ഡിഫറെൻ്റ് ആയിരിക്കാൻ പ്രത്യേകിച്ച് ലാംഗ്വേജിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ക്രിയേറ്റീവ് ആയിരിക്കണം, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം, കുറച്ചൊക്കെ വേറിട്ട് നിൽക്കണം എന്ന് വെച്ച് വെറുതെ തള്ളി മറിക്കരുത്, ലോജിക്കും ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നല്ല ഒരു ഫുൾ കോംബോയിൽ നിങ്ങൾക്ക് എഴുതി ഫലിപ്പിക്കാനായിട്ട് കൺവിൻസ് ചെയ്യാൻ സാധിച്ചാൽ ഡെഫിനറ്റ്ലി യു വിൽ സ്കോർ ഗുഡ് മാർക്സ് കേട്ടോ. അത് ടീച്ചറിന്റെ വാക്കാണ്. അപ്പം ഇനിയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ബാക്കി യൂണിറ്റ്സുമായിട്ട് വരാം. ഇതിൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഇനി വരും ചാപ്റ്ററുകളിൽ വരുന്ന പോസിബിൾ ക്വസ്റ്റ്യൻസുമായിട്ട് ഇനിയും ഞാൻ വരുന്നുണ്ട്. അപ്പൊ എൻ്റെ മക്കളെല്ലാം ഇത്രയും ക്ലാസ് വളരെ അടിപൊളിയായിട്ട് കേട്ടിരുന്നു, സപ്പോർട്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം കുട്ടികളിലേക്ക് അത് എത്തിക്കാൻ ശ്രദ്ധിക്കുക, ആൻഡ് കമന്റ് ചെയ്ത് നിങ്ങളുടെ വാല്യുബിൾ പോയിന്റ്സ് എന്നെ അറിയിക്കുകയും ചെയ്യണം കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ പോയി പഠിച്ചു വളരൂ. ഓക്കെ, ബൈ.